ഹല്ലേലൂയ, ഹല്ലേലൂയ. സന്തോഷത്തോടെ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ. കൈയുയർത്തി പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. കൈവീശി പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉച്ചത്തിൽ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ. ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, പ്രാർത്ഥനയായി ലോകത്തെ സ്പർശിക്കുന്ന ശുശ്രൂഷയുടെ 44-ാം ദിവസത്തിലേക്ക് നമ്മൾ കടന്നിരിക്കുകയാണ്. ചെറുത് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇന്ന ദിവസത്തെ പൂർണ്ണമായി നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. കപടഭക്തരായ ആത്മാക്കൾക്ക് വേണ്ടി പ്രത്യേകം നമ്മളിന്ന് പ്രാർത്ഥിക്കുകയാണ്. ഈശോ ഇന്ന് ഒത്തിരിയേറെ അറിവുകളും പരിശുദ്ധാത്മാവിന് കൃപ നൽകുന്ന പുണ്യ ദിവസമാണ്. എങ്കിൽ വലിയതാക്കത്തോടുകൂടെ ഈ സമയം ലോകത്തിൻ്റെ പല ഭാഗത്തിരുന്ന് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാ സഹോദരി സഹോദരന്മാരെ പൂർണ്ണമായി സമർപ്പിച്ച് ആത്മാവിൽ നിറയാനായിട്ട് നമ്മുടെ കുടുംബങ്ങളിൽ, നമ്മുടെ സ്ഥാപനങ്ങളിൽ, നമ്മുടെ എവിടെയെല്ലാം ഇരിക്കുന്ന അവിടെ എല്ലാം പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നിറയാനായിട്ട് നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. ഒരു നിമിഷം നിങ്ങൾ എവിടെയായിരിക്കും അവിടെ 2 കരങ്ങളും സ്വർഗത്തോളം ഉയർത്തി ആദരം തുറന്ന് നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാ മക്കളും സ്തുതിക്കട്ടെ. പരിശുദ്ധാത്മാവ് നിറയട്ടെ. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരുമ്പോൾ നിങ്ങൾ എല്ലാവരും ശക്തി പ്രാപിക്കുമെന്നാണ് ദൈവത്തിന്റെ വചനമെങ്കിൽ ഈ സമയം ലോകം മുഴുവനും പരിശുദ്ധാത്മാവിനാൽ, നിന്റെ കുടുംബം പരിശുദ്ധാത്മാവ് നിറയട്ടെ. നിങ്ങളുടെ സമൂഹങ്ങള് പരിശുദ്ധാത്മാവിനാൽ നിറയട്ടെ. നിന്റെ വ്യക്തിപരമായ ജീവിതത്തില് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ഉണ്ടാകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ. എല്ലാ ദൈവജനങ്ങളെ സ്തുതിക്കട്ടെ. ആത്മാവ് നിറയട്ടെ. കരങ്ങടിച്ച് കരങ്ങടിച്ച് ശക്തിയോടെ കരങ്ങടിച്ച് ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങടിച്ച് ആടിപ്പാടി സന്തോഷത്തോടെ ഒത്തിരിയേറെ അനുഗ്രഹങ്ങളെ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നിന്റെ വ്യക്തിപരമായ ജീവിതത്തില്, കുടുംബത്തില് ഈശോ നൽകുന്ന സമയമാണ്. വെളിപാട് 3:8 പ്രകാരം ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങടിച്ച് ആത്മശക്തിയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. ആത്മശക്തിയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. കരമുയർത്തിയടിച്ച് ആത്മശക്തിയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. പരിശുദ്ധാത്മാവ് നിന്റെ കുടുംബം നിറയുന്ന സമയം, നിന്റെ ഹൃദയം പരിശുദ്ധാത്മാവിനാൽ നിറയുന്ന സമയം. ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. മഴ പോലെ പരിശുദ്ധാത്മാവ് നിറയട്ടെ. അഭിഷേകം നിറയട്ടെ. പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി. എല്ലാ മക്കളെ സമർപ്പിച്ച് പരിശുദ്ധാത്മാവ് നിറയട്ടെ. എല്ലാ കെട്ടുകൾ അടിയട്ടെ, എല്ലാ ബന്ധനങ്ങൾ അടിയട്ടെ. എല്ലാ തടസ്സങ്ങള് ഈശ്വരവചനം ഹൃദയത്തിലേക്ക് ഇറങ്ങി വരുവാൻ തടസ്സമായിരിക്കുന്ന എല്ലാ മേഖലകള് ഈ സമയം വിട്ടുമാറട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആത്മാവ് നിറയട്ടെ, പരിശുദ്ധാത്മാവ് നിറയട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങടിച്ച് കരങ്ങത്താത്തിയടിച്ച് ശക്തിയോടെ ആടിപ്പാടി പൂർണ്ണമായി സമർപ്പിച്ച് അമേൻ. എല്ലാ കുടുംബാംഗങ്ങള് ശക്തിയോടെ കരങ്ങടിച്ച് നാളിലെ അമാളിക മൂലേ അഗ്നിനാവിനാൽ മുഴുവൻ നിറച്ചവനെ, പെന്തക്കൊസ്തു നാളിലെ അമാളിക മുറി അഗ്നിനാവിനാൽ മുഴുവൻ നിറച്ചവനെ, പെന്തക്കൊസ്തു നാളിലെ അമാളിക മുറി അഗ്നിനാവിനാൽ മുഴുവൻ നിറച്ചവനെ, നിജ്വാല പോൽ പിളർന്നിറങ്ങി വാ, കൊടുങ്കാറ്റ് പോലെ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നിങ്ങളുടെ കുടുംബങ്ങളിലെ സമൂഹങ്ങളിൽ നിറയട്ടെ. കാറ്റ് പോലെ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി. ഈ സമയം പരിശുദ്ധാത്മാവ് പോലെ ദൈവാത്മാവ്, സൗഖ്യത്തിന്റെ ആത്മാവ്, വിടുതലിന്റെ ആത്മാവ് മഴ പോലെ പെയ്തിറങ്ങി വാ, ആവർത്തിച്ച് ആവർത്തിച്ച് മഴ പോലെ കണ്ണടച്ചു പിടിച്ച് കരകശക്തിയോടടിച്ച് പടക്കം പോലെ പൊട്ടട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കൊടുങ്കാറ്റ് പോലെ നിറയട്ടെ. മഴ പോലെ പരിശുദ്ധാത്മാവ് അഭിഷേകം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്തുതിക്കുന്നു. അലസത വിട്ടുമാറട്ടെ, മടി വിട്ടുമാറട്ടെ, അശുദ്ധാത്മാക്കളുടെ ശക്തി വിട്ടുമാറട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്തുതിക്കുന്നു. ശക്തിയോ
ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ സ്തുതിക്കുന്നു 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 യേശുവേ ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. കണ്ണടച്ച് രണ്ട് കരം നെഞ്ചോളം ചേർത്ത് വെച്ച് ഈരടികളോടെ മഴ പോലെ പെയ്തിറങ്ങി വാ, ഹൃദയം തുറന്ന് മഴ പോലെ പെയ്തിറങ്ങി വാ, സന്തോഷത്താ നിന്റെ ഹൃദയം നിറയട്ടെ, ആത്മാവ് നിറയട്ടെ. മഴ പോലെ പെയ്തിറങ്ങി വാ, യേശുവേ അമ്മേ മഴ പോലെ പെയ്തിറങ്ങി. ഇതാ നിങ്ങളുടെ കുടുംബങ്ങളിലെ സമൂഹങ്ങളിലെ പരിശുദ്ധാത്മാവ് നിറയുന്ന പ്രിയരേ, പോലെ പെയ്തിറങ്ങി വാ, സ്ലീഹന്മാർ പരിശുദ്ധാത്മാവിനെ നിറയപ്പെട്ടതുപോലെ നിങ്ങൾ നിറയപ്പെടുന്ന സമയമാണ്. പെയ്തിറങ്ങി വാ. കണ്ണടച്ച് രണ്ട് കരനെഞ്ചോളം ചേർത്ത് വെച്ച് പ്രിയരെ പൂർണ്ണമായി സമർപ്പിക്കുക. വചനം കേൾക്കുന്ന സമയമാണ്. പരിശുദ്ധാത്മാവ് നിന്നിൽ പ്രവർത്തിക്കാൻ പോകുന്ന സമയമാണ്. ഈശോ നിന്റെ ഹൃദയത്തിലേക്ക്, സമൂഹത്തിലേക്ക്, കുടുംബത്തിലേക്ക് ഇറങ്ങി വരുന്ന സമയമാണ്. പ്രിയരെ, നിങ്ങൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. ലോകത്തിന് പല ഭാഗത്തിരുന്ന് ഈ ശുശ്രൂഷ പങ്കെടുക്കുന്ന എല്ലാവരും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഈശോ ഒത്തിരി മക്കളെ തൊടും. പരിശുദ്ധാത്മാവിന് അഭിഷേകം നൽകാം, വലിയ വിടുതൽ നൽകും, തിരിച്ചറിവ് നൽകാം, മാനസാന്തരം നൽകി ദൈവം അനുഗ്രഹിക്കുന്ന സമയമാണ്. ദാഹത്തോടെ പ്രാർത്ഥിക്കുക. ഹൃദയം തുറന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. പ്രിയരെ, പരിശുദ്ധമ്മയെ മനസ്സിൽ കൊണ്ടുവന്ന് അമ്മയോട് ചേർന്നിരുന്ന് അമ്മയുടെ വിമൽ ഹൃദയത്തോട് പൂർണ്ണമായി ചേർത്ത് വെച്ച്, ഇന്ന് ക്ലാര പുണ്യവതിയുടെ തിരുനാളാണ്. പുണ്യവതിയോട് ചേർന്നിരുന്ന് ഞങ്ങൾക്കായി മതി അപേക്ഷിക്കണമേ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഒരു ദാഹത്തോട് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. പൂർണ്ണമായി സമർപ്പിച്ച് ഒന്ന് ചെയ്ത് നമുക്ക് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴെപ്പോഴും നീക്കും. ആമേൻ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ. 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 ഉച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ ഹല്ലേലൂയ. 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 എൻ്റെ പ്രിയരെ, ഇന്നേ ദിവസം നമ്മൾ ധ്യാനിക്കുന്ന വിഷയം കപടഭക്തരായ ആത്മാക്കൾക്ക് വേണ്ടിയാണ്. ഹല്ലേലൂയ ഹല്ലേലൂയ. 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 അവരുടെ വലിയ തിരിച്ചറിവിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്ന ദിവസമാണ് പ്രിയരെ. വളരെ പ്രത്യേകമായിട്ട് യോഹന്നാന്റെ സുവിശേഷത്തിൽ 1-ാം അധ്യായം 47-ാം വചനപ്രകാരം പറഞ്ഞു വയ്ക്കുന്നുണ്ട്. പീലിപ്പോസും നഥാനിയേലും യേശുവിന് നേരെ കടന്നു വരുമ്പോൾ നഥാനിയേലിനെ നോക്കിയിട്ട് ഈശോ പറയുന്ന മനോഹരമായൊരു കാര്യമുണ്ട്. ഇതാ നിഷ്കപടനായ ഒരു യഥാർത്ഥ ഇസ്രായേൽക്കാരൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എൻ്റെ പ്രിയരെ, ഈശോ പറയുന്നതാണ്, നഥാനിയേലിനെ കണ്ട് ഈശോ പറയാണ്, ഇതാ നിഷ്കപടനായ യഥാർത്ഥ ഒരു ഇസ്രായേൽക്കാരൻ. നിഷ്കപട എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? കളങ്കമില്ലാത്തവൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 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 നിഷ്കപട എന്ന വാക്കിന്റെ അർത്ഥം നിഷ്കളങ്കൻ എന്ന്, കളങ്കമില്ലാത്തവൻ എന്നാണ്. എ മാൻ വിതൗട്ട് എനി മാലിസ്. അങ്ങനെയുള്ള വ്യക്തി നോക്കിയിട്ടാണ് പ്രിയരെ നഥാനി നോക്കി ഈശോ പറയുന്നത്, ഇതാ വരുന്നു നിഷ്കപടനായ ഒരു യഥാർത്ഥ ഇസ്രായേൽക്കാരൻ. അച്ഛൻ ചോദിക്കട്ടെ പ്രിയരെ, നമ്മെ നോക്കി ഈശോ ഇങ്ങനെ പറയുമോ? എന്നെ നോക്കി, എൻ്റെ ജീവിതത്തെ നോക്കി ഈശോ അങ്ങനെ പറയൂ പ്രിയരെ? പറയിപ്പിക്കണം. നീ ദൈവത്തിൻ്റെ മകനാണ്, മകളാണ് എങ്കിൽ പ്രിയരെ നമ്മുടെ ഈശോയെ കൊണ്ട് പറയിപ്പിക്കണം, അഭിസംബോധന ചെയ്യിപ്പിക്കണം. ഞാൻ നിഷ്കപടനായ യഥാർത്ഥ ഒരു ഇസ്രായേൽക്കാരനാണെന്ന്. ചെറുതമനെ ഹല്ലേലൂയ. 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 എൻ്റെ പ്രിയ, അതുകൊണ്ടാണ് ഈശോ പറയുക, ശിശുക്കളെ പോലെയാകുവിൻ, കാരണം സ്വർഗ്ഗരാജ്യം അവരുടേതാണ്. ഹല്ലേലൂയ. 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 എൻ്റെ പ്രിയരെ, ഈശോ ഏറ്റവും കൂടുതൽ വെറുക്കുന്ന ഒരു സ്വഭാവം ഏതെന്നറിയോ? അത് കപടതയാണ്, കപടഭക്തി.
ഈശോ വെറുക്കുന്ന ഇഷ്ടപ്പെടാത്ത ഒരു സ്വഭാവ രീതിയാണത്. അങ്ങനെ ജീവിച്ച വ്യക്തികളാണ് പ്രിയരെ ഫരിസയര്, നിയമജ്ഞര്. ബാഹ്യമായ രീതിയിൽ വിശുദ്ധിയെ മുൻതൂക്കം കൊടുത്ത് ആന്തരികമായി ഹൃദയത്തിൽ വിശുദ്ധിയില്ലാത്ത ജീവിച്ചവരാണ് ഫരിസയര്. അവരെ നോക്കിയിട്ടാണ് പ്രിയരെ ഈശോ പറഞ്ഞത്, കപടനാട്യക്കാരെ, യേശയ്യ നിങ്ങളെപ്പറ്റി ശരിയായി തന്നെ പ്രവചിച്ചു. ഈ ജനം അധരം കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നു, എന്നാൽ അവരുടെ ഹൃദയം എന്നിൽ നിന്ന് വളരെ അകലെയാണ്. മത്തായി സുവിശേഷം 15-ാം അധ്യായം 7 വചനമാണ് അച്ഛൻ വായിച്ചത്. കടിച്ചു പൊട്ടാത്ത വാക്യങ്ങളാണ്, പദങ്ങളാണ് ഈശോ അവർക്കെതിരെ ഉന്നയിക്കുന്നത്. കടിച്ചു പൊട്ടാത്ത വാക്കുകൾ. ബാഹ്യമായ രീതിയിൽ വിശുദ്ധിയെ ശ്രദ്ധിച്ച് ആന്തരികമായി ഒരു വിശുദ്ധിയില്ലാതെ ദൈവവചനത്തെ വളച്ചൊടിച്ച് അവരുടേതായി മാറ്റിയതുകൊണ്ട് അവരെ വിളിച്ച പേരാണ് പ്രിയരെ കപടനാട്യക്കാരെ, നിങ്ങൾക്ക് ദുരിതം, the curse. ഈശോ പറയുന്ന വചനങ്ങളാണ്. എൻ്റെ പ്രിയരെ വീണ്ടും വചനം രേഖപ്പെടുത്തുകയാണ്. മത്തായിയുടെ സുവിശേഷത്തില് അധ്യായം 23-27 വചനം, കപടനാട്യക്കാരെ, നിയമജ്ഞരെ, ഫരിസേയരെ, നിങ്ങൾക്ക് ദുരിതം, നിങ്ങൾ വെള്ളയടിച്ച കുഴിമാടങ്ങൾക്ക് സദൃശരാണ്. അവ പുറമേ മനോഹരമായി കാണപ്പെടുന്നുവെങ്കിലും അവയ്ക്കുള്ളിൽ മരിച്ചവരുടെ അസ്ഥികളും സർവ്വവിധ മാലിന്യങ്ങളും നിറഞ്ഞു കിടക്കുന്നു. പ്രിയരെ, ഈശോ പറയുന്ന വചനമാണത്. കപടനാട്യക്കാരെ, നിയമജ്ഞരെ, ഫരിസേയരെ, നിങ്ങൾക്ക് ദുരിതം, നിങ്ങൾ വെള്ളയടിച്ച കുഴിമാടങ്ങൾക്ക് സദൃശരാണ്. അവ പുറമേ മനോഹരമായി കാണപ്പെടുന്നുവെങ്കിലും അവയ്ക്കുള്ളിൽ മരിച്ചവരുടെ അസ്ഥികളും സർവ്വവിധ മാലിന്യങ്ങളും നിറഞ്ഞു കിടക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, പറഞ്ഞു ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എൻ്റെ പ്രിയരെ, ഫരിസേയരെ അല്ലെ അവരുടെ ജീവിത രീതിയെ ദൈവം അല്ലെ അവരെ മാറ്റിവെക്കുകയല്ല ചെയ്യുന്നത്. ഫരിസേയരോട് യേശുവിന് ഒരു വിരോധവും ഇല്ല, ഒരു വെറുപ്പില്ല. പക്ഷെ ഈശോ വെറുത്തത്, ഉപേക്ഷിച്ചത് അവരുടെ ജീവിത രീതിയാണ്. അവരുടെ ജീവിത രീതിയാണ് പ്രിയരെ ഈശോ മാറ്റിവെച്ചത്. അവരുടെ ജീവിത രീതി എന്തായിരുന്നു? അത് ഇപ്രകാരമാണ്. അവർ ഭാരമുള്ള ചുമടുകൾ മനുഷ്യരുടെ മുമ്പിൽ വെച്ചു കൊടുക്കുന്നു, സഹായിക്കാൻ ഒരു ചെറുവിരൽ അനക്കാൻ പോലും തയ്യാറാകുന്നുമില്ല. മറ്റുള്ളവർ കാണുന്നതിന് വേണ്ടിയാണ് അവർ താങ്കളുടെ പ്രവൃത്തികളെല്ലാം ചെയ്യുന്നത്. അവർ താങ്കളുടെ നെറ്റിപ്പട്ടങ്ങൾക്ക് വീതിയും വസ്ത്രത്തിൻ്റെ തൊങ്ങലുകൾക്ക് നീളവും കൂട്ടുന്നു. വിരുന്നുകളിൽ പ്രമുഖ സ്ഥാനവും സിനഗോഗുകളിൽ പ്രധാന പീഠവും നഗരവീഥികളിൽ അഭിവാദനവും ഇഷ്ടപ്പെടുന്നു. പ്രിയരെ, ഇത് ഇവരുടെ ജീവിത രീതിയാണ്. ഫരിസേയർ, നിയമജ്ഞരുടെ ജീവിത രീതിയാണ്. മറ്റുള്ളവരെ സഹായിക്കാൻ ഒരു ചിറവിരൽ പോലും അനക്കാതെ, മറ്റുള്ള ജീവിതത്തിൽ കടന്നു ചെല്ലാതെ ഭാരങ്ങൾ അവരുടെ മുമ്പ് അമ്മ ജീവിതത്തിൽ ചുമതി കൊടുത്തി അവരെ മറ്റുള്ളവരെ മാറ്റി നിർത്തുന്ന സ്വഭാവ രീതി കണ്ടപ്പോൾ ദൈവം എതിർക്കുകയാണ്. പ്രിയരെ, ഈശോ ചൂണ്ടിക്കാണിക്കുകയാണ്, നിങ്ങൾ വെള്ളയടിച്ച് കുഴിമാടങ്ങൾക്ക് സദൃശരാണ്. പ്രിയരെ, ഇങ്ങനെ ജീവിക്കുന്ന ഒരുപക്ഷെ ദൈവസ്നേഹിതൻ അകന്നു പോയി ബാഹ്യമായ രീതിയിൽ മറ്റുള്ളവരുടെ മുമ്പിൽ വളരെ വിശുദ്ധി നിറഞ്ഞ ജീവിതം നയിക്കുന്നു എന്ന് കാണിച്ച്, മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി മാത്രം ജീവിച്ച് ദൈവത്തിൻ്റെ ഹിതം യഥാർത്ഥത്തിൽ എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയാതെ ജീവിക്കുന്നവരുണ്ട് പ്രിയരെ നമ്മുടെ സമൂഹങ്ങളിൽ. അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. എന്താണ് ദൈവം ആഗ്രഹിക്കുന്നത്, എന്താണ് ദൈവത്തിൻ്റെ ഹിതം, അത് മനസ്സിലാക്കാൻ കഴിയാതെ മറ്റുള്ളവരുടെ മുമ്പിൽ ബാഹ്യമായ രീതിയിൽ ഞാൻ വിശുദ്ധനാണെന്ന് കാണിച്ച്
കപട ഭക്തിയാൽ ജീവിക്കുന്നവർ നമ്മുടെ കൂട്ടത്തിലുണ്ട്. പ്രിയരെ, അവരെല്ലാം നമ്മളൊന്ന് സമർപ്പിക്കണം. അവർ തിരിച്ചറിയണം വലിയ സത്യം. വ്യക്തമായിട്ട് പറയുന്നില്ല പ്രിയരെ, മത്തായി സുവിശേഷത്തില് 7-ാം അധ്യായത്തില് വ്യക്തമായിട്ട് പറഞ്ഞു വയ്ക്കുന്നുണ്ട് ആരായിരിക്കും യഥാർത്ഥ ഒരു ശിഷ്യൻ. ക്രിസ്തുവിനെ അനുകരിക്കുന്ന വ്യക്തി എങ്ങനെ ആയിരിക്കണമെന്ന് വ്യക്തമായിട്ട് പറഞ്ഞു വയ്ക്കുന്നുണ്ട്. ഈശോ എന്നോടും നിന്നോടും പറയുന്ന കാര്യമുണ്ട്. കർത്താവേ കർത്താവേ എന്ന് വിളിച്ചപേക്ഷിക്കുന്നവനല്ല, എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവനാണ് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക. ഈശോ പറയുകയാണ്, കർത്താവേ കർത്താവേ എന്ന് വിളിച്ചപേക്ഷിക്കുന്നവനല്ല, എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവരാണ് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക. ചെറുതവനെ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എൻ്റെ പ്രിയരെ, ദൈവത്തിന് ഇഷ്ടം തിരിച്ചറിയാതെ ജീവിച്ചാൽ ഒരുപക്ഷെ നമ്മൾ പിറുപിറുക്കുന്ന ദിവസം വരും. ഈശോ മുൻകൂട്ടി നമ്മോട് പറയുകയാണ്, നിങ്ങൾ പിറുപിറുക്കുന്ന ദിവസം വരും. അതെങ്ങനെയായിരിക്കും നമ്മൾ പിറുപിറുക്കുന്നത്? ഇപ്രകാരമായിരിക്കും, അന്ന് പലരും എന്നോട് ചോദിക്കും, കർത്താവേ കർത്താവേ, ഞങ്ങൾ നിന്റെ നാമത്തിൽ പ്രവചിക്കുകയും നിന്റെ നാമത്തിൽ പിശാചുക്കളെ പുറത്താക്കുകയും നിന്റെ നാമത്തിൽ നിരവധി അത്ഭുതങ്ങളും ഞങ്ങൾ പ്രവർത്തിച്ചില്ലേ? അപ്പോൾ ഞാൻ നിങ്ങളോട് പറയും, നിങ്ങളെ ഞാൻ ഒരിക്കലും അറിഞ്ഞിട്ടില്ല. അനീതി പ്രവർത്തിക്കുന്നവരെ, നിങ്ങൾ എന്നിൽ നിന്ന് അകന്നു പോകുവിൻ. പ്രിയരെ, ഈശോ പറഞ്ഞു വയ്ക്കുകയാണ്, നിങ്ങൾ എൻ്റെ ഹിതം തിരിച്ചറിഞ്ഞില്ല എങ്കിൽ, എൻ്റെ വചനം നിങ്ങൾ തിരിച്ചറിഞ്ഞില്ല എങ്കിൽ നിങ്ങൾ പിറുപിറുക്കും. നമ്മൾ പിറുപിറുക്കുന്ന എങ്ങനെയായിരിക്കും പ്രിയരെ? അവന്റെ സന്നിധി നമ്മൾ പ്രവചനങ്ങൾ നടത്തി, അവന്റെ നാമത്തിൽ ഒരുമിച്ച് കൂടി നമ്മൾ ഭക്ഷിച്ചു, പാനം ചെയ്തു, അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു, ഡെലിവറൻസ് നടത്തി. ഇതെല്ലാം ചെയ്താലും എൻ്റെ വചനങ്ങള് ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയില്ല എങ്കിൽ, ഈശോ പ്രിയരെ എന്നോടും നിങ്ങളോടും പറയുന്ന കാര്യമുണ്ട്, നിങ്ങളെ ഞാൻ ഒരിക്കലും അറിഞ്ഞിട്ടില്ല. അനീതി പ്രവർത്തിക്കുന്നവരെ എന്നിൽ നിന്ന് അകന്നു പോകുവിൻ. ഈശോ പറയും പ്രിയരെ, ഇന്ന് മുഖാമുഖം ഈശോയെ നാം കാണുമ്പോൾ, എൻ്റെ പ്രിയരെ, ദൈവം നമ്മെ നോക്കി സങ്കടപ്പെടുന്ന ദിവസങ്ങളുണ്ട്. എപ്പോഴാണെന്നറിയോ? ദൈവസേനയ്ക്ക് അകന്നു പോകുമ്പോൾ. ഏശയ്യായുടെ പുസ്തകത്തില് 5-ാം അധ്യായത്തിൽ വ്യക്തമായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ഏശയ്യ 5 അധ്യായങ്ങളിൽ 5-ാം അധ്യായം 1-20 പ്രകാരം പറഞ്ഞു വയ്ക്കുകയാണ്, ഓരോ മനുഷ്യനും ഞാനും നിങ്ങളും എൻ്റെ പ്രിയന് വേണ്ടി നല്ല കുന്നി മുകളിൽ നട്ടുപിടിപ്പിച്ച മുന്തിരി തോട്ടമാണ് പ്രിയരെ. ദൈവം പറയുന്ന കാര്യമാണ്, എൻ്റെ പ്രിയന് വേണ്ടി നല്ല കുന്നി മുകളിൽ നട്ടുപിടിപ്പിച്ച മുന്തിരി തോട്ടമാണ് നിങ്ങൾ ഓരോരുത്തരും. വചനം രേഖപ്പെടുത്തുകയാണ്, ആ മുന്തിരി തോട്ടത്തിന് വേണ്ടി ചെയ്തിലേറെ എന്താണ് ഞാൻ ചെയ്യേണ്ടിയിരുന്നത്? ഒരു ചെടിക്ക് വേണ്ടതെല്ലാം ഞാൻ കൊടുത്തു, പിന്നെ എന്തുകൊണ്ടാണ് അത് കാട്ടുമുന്തിരിപ്പഴം പുറപ്പെടുവിച്ചത് എന്ന് പറഞ്ഞ് ദൈവം നമ്മെ നോക്കി സങ്കടപ്പെടുന്നുണ്ട്. തിരിച്ചറിയണം പ്രിയരെ, ദൈവം ഈ ഭൂമിയിൽ നട്ടുപിടിപ്പിച്ചതാണ് എന്നെയും നിന്നെയും. എന്തിനു വേണ്ടി? അവന്റെ വചനം നമ്മൾ പൂർത്തിയാകാൻ, നമ്മുടെ ജീവിതത്തിലൂടെ വചനം പൂർത്തിയാകാൻ വേണ്ടിയാണ് പ്രിയരെ ദൈവം ഈ ഭൂമിയിൽ എന്നെ നിന്നെയും നട്ടുപിടിപ്പിച്ചത്. ചെറുതവനെ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എൻ്റെ പ്രിയരെ, തിരിച്ചറിയണം നാം എങ്ങനെയാണ് ജീവിക്കേണ്ടത്, ദൈവത്തിന്റെ മക്കളെ എങ്ങനെയാണ് നമ്മൾ ജീവിക്കേണ്ടത്. ഈശോ പറയാണ്, എൻ്റെ ഈ വചനങ്ങൾ പാലിക്കുന്നവൻ പാറമേൽ ഭവനം പണിത വിവേകമതിയായ മനുഷ്യന് തുല്യനായിരിക്കും. എൻ്റെ ഈ വചനങ്ങൾ പാലിക്കുന്നെങ്കിൽ തിരിച്ചറിയേണ്ട വലിയ സത്യമുണ്ട് പ്രിയരെ. ഏതാണ് ഈ വചനങ്ങള്? അത് മനസ്സിലാക്കണമെങ്കിൽ മത്തായി സുവിശേഷം 1-ാം അധ്യായം മുതൽ 7 വരെ നമ്മൾ വായിച്ചു നോക്കണം. അതിലാണ് പറഞ്ഞു വയ്ക്കുന്നത്, ധർമ്മദാനം നൽകണം, ശത്രുവിനെ സ്നേഹിക്കണം,
തിന്മയെ നന്മ കൊണ്ട് ജയിക്കണം. വലതു കരണത്തടിക്കുന്നവന് മറ്റേ കരണം കൂടി കാണിച്ചു കൊടുക്കണം. നിന്നോട് വ്യവഹരിച്ച് നിന്റെ ഉടുപ്പ് കരസ്ഥമാക്കാൻ ആഗ്രഹിക്കുന്നവന് മേലങ്കി കൂടി കൊടുക്കണം. 1 മൈൽ ദൂരം പോകാൻ ആഗ്രഹിക്കുന്നതോടൊപ്പം 2 മൈൽ ദൂരം പോകണം. ചോദിക്കുന്നവന് കൊടുക്കണം. പ്രിയരെ, ഇതാണ് ഈ വചനങ്ങൾ. നമ്മുടെ ജീവിതത്തിലെ ഈ വചനങ്ങളെ പ്രാവർത്തികമാക്കുമ്പോഴാണ് പ്രിയരെ ക്രിസ്തുവിന് ഇഷ്ടപ്പെട്ട മകനായി മകളായി നമ്മൾ ജീവിക്കുന്നത്. അതിനു വേണ്ടത് ഹൃദയ വിശുദ്ധിയാണ്. ബാഹ്യമായി വിശുദ്ധിയല്ല വേണ്ടത്, മറിച്ച് ആന്തരികമായ വിശുദ്ധി. അതുകൊണ്ട് പ്രിയരെ, ഈശോ പറഞ്ഞു വയ്ക്കുക, നിഷ്കളങ്കരായിരിക്കുക, ശിശുക്കളെ പോലെയാക്കുക, നിഷ്കപടനായിരിക്കുക. കപട ഭക്തിയല്ല പ്രിയരെ ഈശോയ്ക്ക് വേണ്ടത്. ഹൃദയത്തിൽ വിശുദ്ധി നിറഞ്ഞ, നന്മ നിറഞ്ഞ ജീവിതം നയിക്കുവാൻ നമുക്ക് സാധിക്കണം. ഫ്രാൻസിസ് സേവിയർ വിശുദ്ധൻ എപ്പോഴും പ്രാർത്ഥിക്കുന്ന ഒരു കാര്യമുണ്ട്, ദൈവമേ എൻ്റെ ഹൃദയത്തിൽ വിശുദ്ധി നിറയ്ക്കണമേ എന്ന്. ഏത് സമയവും ആ വിശുദ്ധൻ പ്രാർത്ഥിക്കുന്ന അങ്ങനെയാണ്, എൻ്റെ ദൈവമേ വിശുദ്ധിയാൽ എൻ്റെ ഹൃദയത്തെ നിറയ്ക്കണമേ എന്ന് എല്ലാ ദിവസവും ഏത് നേരവും വിശുദ്ധൻ പ്രാർത്ഥിക്കുമായിരുന്നു പറയണേ. എൻ്റെ പ്രിയരെ, നമ്മുടെ ജീവിതം ഒരു പ്രാർത്ഥനയാക്കണം. നമ്മുടെ ജീവിതം മുഴുവനും പ്രാർത്ഥനയാക്കണം. അസീസിൽ വെച്ച ഫ്രാൻസിസ് ജീവിതം തന്നെ ഒരു പ്രാർത്ഥനയായിട്ട് മാറി. ദൈവത്തെ തിരിച്ചറിഞ്ഞ നാൾ മുതൽ ലോകത്തിന്റെ പിറകെ പോകുന്നതല്ല യഥാർത്ഥമായ ആനന്ദം എന്ന് തിരിച്ചറിഞ്ഞ് ദൈവത്തിന് വേണ്ടി ഇറങ്ങി തിരിക്കുന്നതാണ് ആനന്ദം എന്ന് മനസ്സിലാക്കിയ പ്രിയരെ, ആ വിശുദ്ധൻ അസീസിലെ വിശുദ്ധ ഫ്രാൻസിസ് ജനമധ്യയെ എഴുന്നേറ്റ് നിന്ന് കരങ്ങൾ സ്വർഗത്തോളം വിരിച്ചു പിടിച്ച് അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട് പ്രിയരെ, ഇന്നു മുതൽ സ്വർഗസ്നായ പിതാവാണ് എൻ്റെ അപ്പൻ. ആ വിശുദ്ധൻ പറഞ്ഞതാണ്. അതുകൊണ്ട് ഉടുവസ്ത്രം ഉരിഞ്ഞു കളഞ്ഞ് അദ്ദേഹം ഇറങ്ങിത്തിരിക്കുകയാണ്. പ്രിയരെ, ഇതാണ് യഥാർത്ഥ ശിഷ്യൻ. ദൈവജനത്തിനു വേണ്ടി ആ മനുഷ്യൻ ഇറങ്ങിത്തിരിക്കുകയാണ്. എന്നിട്ട് വിളിച്ചു പറഞ്ഞു, സ്നേഹം സ്നേഹിക്കപ്പെടുന്നില്ല, സ്നേഹം സ്നേഹിക്കപ്പെടുന്നില്ല എന്ന് പറഞ്ഞ് അസിസിയിലെ നഗരങ്ങളിലൂടെ മനുഷ്യൻ ഓടി നടന്നു എന്ന് പറയാ. പ്രിയരെ, ഇതാണ് യഥാർത്ഥമായ ആരാധന. ഇതാണ് യഥാർത്ഥമായ ഒരു ശിഷ്യനുണ്ടാകേണ്ട ഏറ്റവും വലിയ മനോഭാവം. ജീവിതത്തിൽ നമ്മുടെ ഹൃദയങ്ങളിൽ കുറിച്ചിടേണ്ട കാര്യമാണ്. പൂർണ്ണമായും ദൈവത്തിലേക്ക് സമർപ്പിച്ച് ക്രിസ്തുവാണ് എന്നിൽ വിശ്വസിക്കുന്നെന്ന് ഉറച്ചു വിശ്വസിച്ച് ക്രിസ്തുവിനെ പകർത്ത് നൽകാൻ സാധിക്കണം. ഫരിസേയര്, നിയമജ്ഞര് കപട ഭക്തിയാ ജീവിച്ചവരാണ്. അവർ ചിന്താ രീതി എപ്രകാരമായിരുന്നു? സ്വന്തം ശക്തിയിൽ ആശ്രയിച്ച് ആത്മീയരാണെന്ന് മറ്റുള്ളവരെ കാണിച്ചവരാണ്. എങ്കിൽ യഥാർത്ഥ ശിഷ്യൻ അങ്ങനെയല്ല. അവന്റെ മനോഭാവം എന്നിൽ ജീവിക്കുന്നത് ക്രിസ്തുവാണ്, എന്നിൽ പ്രവർത്തിക്കുന്നത് ക്രിസ്തുവാണ് എന്ന് വലിയ മനോഭാവമാണ്. ആ തിരിച്ചറിഞ്ഞ വലിയ വ്യക്തിയാരാണ്? സെന്റ് പോൾ. പൗലോസ്ലീഗ വിളിച്ചു പറഞ്ഞു, ഇറ്റ് ഈസ് നോട്ട് ഐ ബട്ട് ക്രൈസ്റ്റ് ഹു ലിവ്സ് ഇൻ മീ. ക്രിസ്തുവാണ് എന്നെ ജീവിക്കുന്നത്, എന്നിൽ പ്രവർത്തിക്കുന്നത് ക്രിസ്തുവാണ്. പ്രിയനെ, അവര് തിരിച്ചറിവാണ്. നമുക്ക് വേണ്ട ഈ തിരിച്ചറിവാണ്. ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം എന്നിൽ ജീവിക്കുന്നത്, എന്നിൽ പ്രവർത്തിക്കുന്നത് ക്രിസ്തുവാണ്, ക്രിസ്തു ചൈതന്യമാണെന്നുള്ള വിശ്വാസവും ബോധ്യം നമുക്കുണ്ടാകണം. പ്രിയരെ, എന്താണ് യഥാർത്ഥമായി ഭക്തി? വളരെ മനോഹരമായിട്ട് വചനം പറഞ്ഞു വയ്ക്കുന്നുണ്ട്. യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായത്തിൽ 26-ാം വാക്യം. എന്താണ് യഥാർത്ഥമായി ഭക്തി? അത് പ്രകാരമാണ്, താൻ ദൈവഭക്തനാണെന്ന് ഒരുവൻ വിചാരിക്കുകയും തൻ്റെ നാവിനെ നിയന്ത്രിക്കാതെ ഹൃദയത്തെ വഞ്ചിക്കുകയും ചെയ്താൽ അവൻ്റെ ഭക്തി വ്യർത്ഥമാണ്. ഇനി ശ്രദ്ധിക്കണേ, പിതാവായ ദൈവത്തിൻ്റെ മുമ്പിൽ പരിശുദ്ധവും നിഷ്കളങ്കവുമായ ഭക്തി ഇതാണ്. പിതാവായ ദൈവത്തിൻ്റെ മുമ്പിൽ
പരിശുദ്ധവും നിഷ്കളങ്കവുമായ ഭക്തി ഇതാണ്: അനാഥരുടെയും വിധവകളുടെയും ഞെരുക്കങ്ങളിൽ അവരുടെ സഹായത്തിനെത്തുക. പ്രിയരെ, ഇതാണ് ഭക്തി. ദൈവത്തോടുള്ള എൻ്റെ ഭക്തി എപ്രകാരം ആയിരിക്കണമെന്ന് ചോദിച്ചാൽ അത് ഇപ്രകാരമാണ്: അനാഥരുടെയും വിധവകളുടെയും ഞെരുക്കങ്ങളിൽ അവരുടെ സഹായത്തിനെത്തുക. ലോകത്തിൽ ആർക്കെല്ലാം നിന്റെ സഹായം വേണോ അവിടെയെല്ലാം നിന്റെ സഹായം എത്തണം. ഇതാണ് ഭക്തി, ഇതാണ് ദൈവ ആരാധന. പ്രിയരെ, മനസ്സിൽ കുറിക്കണം, നമ്മുടെ ജീവിതത്തിൽ കുറിച്ചു വെക്കണം. അസീസിൽ വിശുദ്ധ ഫ്രാൻസിസ് ഉണ്ടായിരുന്നതെല്ലാം മറ്റുള്ളവർക്ക് വേണ്ടി കൊടുത്തവനാണ്. ധനികനായി ജനിച്ചവനാണ്, എന്നാൽ പൂർണ്ണമായും ദൈവത്തിന് വിട്ടുകൊടുത്തവനാണ്. ഉണ്ടായിരുന്നതെല്ലാം, സമ്പത്ത് മുഴുവനും അവൻ മനുഷ്യകുലത്തിന് വേണ്ടി കൊടുത്തു. ഇന്ന് ക്ലാര പുണ്യവതിയുടെ തിരുനാളാണ്. ആ വലിയ വിശുദ്ധ ഫ്രാൻസിന്റെ പിന്നാലെ ക്രിസ്തുവിലേക്ക് എത്തിച്ചേരാൻ ആഗ്രഹിച്ച ഒരു വിശുദ്ധിയാണ്. ഇട്ടിറങ്ങി. ദൈവമാണ് എല്ലാത്തിൻ്റെയും ശക്തിയുടെ ഉറവിടം, ദൈവമാണ് ഏറ്റവും വലിയ നിധി എന്ന് മനസ്സിലാക്കിയപ്പോ കയ്യിലുള്ളതെല്ലാം മാറ്റിവെച്ച് വിട്ടുകൊടുത്ത് അവൾ ഇറങ്ങി തിരിക്കുകയാണ് ക്രിസ്തുവിന്റെ പിന്നാലെ, ദൈവജനത്തിനു വേണ്ടി നന്മ ചെയ്യാൻ, വിശുദ്ധിയെ ജീവിക്കാൻ. പ്രിയരെ, നമുക്കുണ്ടാകേണ്ട മനോഭാവമാണ് എന്തായിരിക്കണം എൻ്റെ യഥാർത്ഥമായ ഭക്തി, ദൈവാരാധന എന്ന് ചോദിച്ചാൽ അത് പ്രകാരമാണ്. നീ ലോകത്ത് ജീവിക്കുമ്പോൾ നിന്റെ സഹായം ആർക്കെല്ലാം ആവശ്യമായി വരുന്നോ അവിടെയെല്ലാം നീ സഹായമായി എത്തുക. എങ്കിൽ സ്വർഗം നിന്റെ മേൽ തുറക്കപ്പെടും. അപ്പോഴാണ് പ്രിയരെ മത്തായി സുവിശേഷം 7-ാം അധ്യായം യഥാർത്ഥ ശിഷ്യൻ എന്ന ആ ഭാഗത്തിലെ ഈ വചനങ്ങള് പൂർത്തിയാകുള്ളൂ. ഇതാണ് ഈ വചനങ്ങൾ. ഈ വചനങ്ങൾ നിന്റെ ജീവിതത്തിൽ പൂർത്തിയാക്കിയാൽ നീ സ്വർഗത്തിൽ പ്രവേശിക്കും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒരു വചനം കൂടെ അച്ഛൻ പറഞ്ഞു വെക്കാം. മിക്കാം പ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായം 8-ാം വാക്യം: മനുഷ്യ, നല്ലതെന്ന് അവിടുന്ന് നിനക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. നീതി പ്രവർത്തിക്കുക, കരുണ കാണിക്കുക, നിന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ വിനീതനായി ചരിക്കുക. ഇതല്ലാതെ മറ്റെന്താണ് കർത്താവ് നിന്നിൽ നിന്ന് ആവശ്യപ്പെടുന്നത്? മനുഷ്യ, നല്ലതെന്ന് അവിടെ നിനക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. നീതി പ്രവർത്തിക്കുക, കരുണ കാണിക്കുക, നിന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ വിനീതനായി ചരിക്കുക. ഇതല്ലാതെ മറ്റെന്താണ് കർത്താവ് നിന്നിൽ നിന്ന് ആവശ്യപ്പെടുന്നത്? ഹല്ലേലൂയ, ഹല്ലേലൂയ. സന്തോഷത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ. എന്റെ പ്രിയരെ, ദൈവം പറയാണ് നീതി പ്രവർത്തിക്കുക, കരുണ കാണിക്കുക. ഇതാണ് പ്രിയരെ ദൈവം എന്നിൽ നിന്ന് പ്രവേശിക്കുന്നത്, ആഗ്രഹിക്കുന്നത്. നമ്മൾ ജീവിക്കേണ്ടത് ഇതിനു വേണ്ടിയാണ്, കരുണയ്ക്ക് വേണ്ടി. മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് അവിടെ കണ്ണുനീരൊപ്പാൻ സാധിക്കുന്നുവെങ്കിൽ പ്രിയരെ ആ ദൈവസന്നിധി വലിയൊരു കാര്യമായിരിക്കും. അതാണ് പ്രിയരെ നമുക്ക് കടന്നു പോയ വിശുദ്ധർ കാണിച്ചു തന്നത്. നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ടതും ഇത് തന്നെയാണ്. പൂർണ്ണമായ ദൈവത്തോട് ചേർന്നിരുന്ന് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയല്ല നമ്മൾ ജീവിക്കേണ്ടത്. ബാഹ്യമായ വിശുദ്ധിയിൽ കേന്ദ്രീകരിച്ച് ജീവിക്കേണ്ടവനല്ല നമ്മൾ. ആന്തരികമായ വിശുദ്ധി, ഹൃദയത്തിൻ്റെ ഉള്ളിൽ വിശുദ്ധി നിറഞ്ഞ് മറ്റുള്ളവർക്ക് വേണ്ടി നന്മ ചെയ്യുമ്പോഴാണ് പ്രിയരെ ദൈവത്തിന് സ്വീകാര്യമായിട്ട് മാറേണ്ടത്. അച്ഛൻ ഇത്ര ആഴത്തിൽ പറയാനുള്ള കാരണം ഒരു സംഭവം എൻ്റെ ഹൃദയത്തിലുണ്ട്, എൻ്റെ മനസ്സിലുണ്ട്. കൊച്ചച്ഛനായിരിക്കുന്ന ഒരു ഇടവകയിൽ ഇരിക്കുന്ന നാളിൽ ഇടവക ജനങ്ങളെ നല്ല പരിചയപ്പെടും. ഓരോ കുടുംബങ്ങളിൽ ഇപ്പോൾ അവർ കാണും, സംസാരിക്കും. അങ്ങനെ കണ്ടുമുട്ടിയ ഒരു കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന ഒരു ചേച്ചി ഇന്ന് ഓർമ്മയുണ്ട്. ആ സഹോദരിയുടെ ഭർത്താവ് ക്യാൻസർ ബാധിച്ചിരിക്കുകയാണ്. ഏകദേശം 3-ാം സ്റ്റേജ് എത്തിയെന്നാണ് ആ സഹോദരി പറയുന്ന ഓർമ്മ. ഇടവകയിൽ നിന്നും അത്യാവശ്യം സാമ്പത്തികമായി പിരിച്ചു കൊടുത്തു. ഇനിയും പൈസ വേണമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളുടെ കുടുംബ പശ്ചാത്തലം ഇറങ്ങിച്ചെന്ന് അന്വേഷിച്ചപ്പോൾ ആ സഹോദരിയുടെ
ആർക്കാണോ രോഗം ബാധിച്ചിരിക്കുന്നത്, ആ സഹോദരൻ്റെ ചേട്ടൻ സാമ്പത്തിക മേഖലയിൽ സമൂഹത്തിലെ നിലയും വിലയുള്ള വ്യക്തിയാണ്. ആ സഹോദരിയോട് പറഞ്ഞു, നിങ്ങളുടെ ജീവിത പങ്കാളിയുടെ സഹോദരനോട് പോയി ഒന്ന് ചോദിക്ക് സഹായം. എങ്കിൽ സഹോദരി കണ്ണുനീരോടുകൂടെ എൻ്റെ പ്രിയരെ ആ സഹോദരനെ കാണാൻ ചെല്ലുകയാണ്. സ്വന്തം ജീവിത പങ്കാളിയുടെ മൂത്ത സഹോദരനാണ്. ആ സഹോദരനെ കാണാൻ ചെന്ന് അവൾ കേണപേക്ഷിച്ചു, അല്പം പൈസ കൂടുതൽ വേണം, സാമ്പത്തികമായി എന്നെ സഹായിക്കണം, നിങ്ങളുടെ അനുജനെ സഹായിക്കണം എന്ന് കണ്ണുനീരോടെ പ്രാർത്ഥിച്ചു, അപേക്ഷിച്ചു. എങ്കിൽ സഹോദരൻ പറഞ്ഞത് ടൈറ്റാണ്. ഈ സഹോദരൻ പറഞ്ഞ കാര്യമാണ് പ്രിയരെ, പൈസക്ക് ടൈറ്റാണ്. എങ്കിൽ 2 ആഴ്ച കഴിഞ്ഞപ്പോഴാണ് അവിടെ ഒരു മീറ്റിംഗ് പള്ളിയിൽ വിളിച്ചു കൂട്ടിയപ്പോ ഒരു കുടിമരം സ്ഥാപിക്കാനായി തീരുമാനം എടുക്കാൻ വന്നപ്പോ ഈ ആരാണ് രോഗിയായിരിക്കുന്ന ആ സഹോദരന്റെ ജ്യേഷ്ഠൻ, ആരാണ് ടൈറ്റ് എന്ന് പറഞ്ഞ ആ സഹോദരൻ എഴുന്നേറ്റ് എന്ന് പറഞ്ഞു, ആ കൊടിമരം ഫ്രീ ആയി ഞാൻ വെച്ചു തരാം, ആ കൊടിമരം ഫ്രീ ആയി ഞാൻ വെച്ചു തരാം എന്ന് പറഞ്ഞു. ഒറ്റ കണ്ടീഷനുള്ളൂ, ആ കൊടിമരത്തിന് കീഴിൽ എൻ്റെ പേര് വെണ്ടയ്ക്ക അക്ഷരത്തിൽ എഴുതിയിരിക്കണം. എൻ്റെ പ്രിയരുടെ കണ്ണ് നിറഞ്ഞു. എനിക്ക് ആ കുടുംബത്തെ അറിയാം. ആരാണ് ഈ സഹോദരനോട് പോയി ചോദിച്ചത്? ആ കുടുംബത്തെ എനിക്കറിയാം. പട്ടിണിയാണ്. സ്വന്തം ജീവിത പങ്കാളിയുടെ രക്ഷയ്ക്ക് വേണ്ടി സ്വന്തം ചോരിയോട് പോയി ചോദിക്കുകയാണ്, സഹായിക്കണം. അദ്ദേഹം പറഞ്ഞ വാക്യമാണ്, പദമാണ്, ടൈറ്റാണ്. ടൈറ്റാകും എപ്പോ? അങ്ങ് സ്വർഗത്തിൽ ചെല്ലുമ്പോ ആർക്ക്? ഈ മൂത്ത സഹോദരൻ പ്രവേശിക്കാൻ ടൈറ്റ് ആകും. എൻ്റെ പ്രിയരെ, കണ്ണുനീരോടുകൂടെ ആ മീറ്റിംഗ് ഞാൻ ഇറങ്ങിയതാണ്. അങ്ങനെ സഹോദരൻ എല്ലാവരും വിളിച്ച് കയ്യടി വാങ്ങി, കൊടിമരം സ്ഥാപിച്ചു. ഗ്രാനൈറ്റ് മേല് മനോഹരമായ അദ്ദേഹത്തിന്റെ പേര് എഴുതി വെച്ചു. 2 ചെറിയ ലൈറ്റും പിടിപ്പിച്ചു. രാത്രി ഇരുട്ടത്തും ആ തെളിഞ്ഞു കാണാം അവന്റെ പേര്. ഞാൻ ചോദിക്കട്ടെ, ആർക്ക് വേണ്ടി? ആ സഹോദരന് സഹായിക്കാൻ അവന്റെ വിരൽ ഒന്ന് അനക്കിയിരുന്നുവെങ്കിൽ, ചെറുവിരൽ, എന്റെ പ്രിയരെ, സ്വർഗം അവന്റെ മേല് തുറക്കപ്പെടില്ലേ? സ്വർഗം തുറക്കപ്പെടും പ്രിയരെ. ആ സഹായിക്കാൻ ഒന്നിറങ്ങി തിരിച്ചിരുന്നുവെങ്കിൽ. ആ മൂത്ത സഹോദരൻ പള്ളിയില് ഒരുപക്ഷെ എല്ലാ ദിവസവും കുർബാനയ്ക്ക് വരുന്ന വ്യക്തിയാണ്. അലക്കി തേച്ച് മിടുക്കനായിട്ട് പള്ളിക്ക് അൽത്താരയ്ക്ക് മുമ്പില് കൈകൂപ്പി നിൽക്കുന്ന മനുഷ്യനാ. എല്ലാ ദിവസവും കുർബാന സ്വീകരിക്കുന്നവനാ. അച്ഛൻ ചോദിക്കട്ടെ സങ്കടത്തോടെ, എന്ത് കാര്യം പ്രിയരെ? എവിടെയാണ് ക്രിസ്തു? നീ സ്വീകരിക്കുന്നവൻ ആരാണ്? ദരിദ്രൻ, ഉടി തുണിക്ക് മാറു തുണി ഇല്ലാതെ കുരിശുമേല് ഒരു കുന്നിൻ മുകളില് ആകാശം ഭൂമിക്ക് വിരിച്ചു കിടന്നവനാ. ഉടി തുണിക്ക് മാറു തുണി ഇല്ലാത്തവൻ, അവനെയാണ് നമ്മൾ സ്വീകരിക്കുന്നത്, നെഞ്ചിലേറ്റുന്നത്. എങ്കിൽ ജീവിക്കേണ്ട ആർക്ക് വേണ്ടി? അവന് വേണ്ടി ജീവിക്കണം. സഹനങ്ങൾ ഏറ്റെടുക്കണം. ആർക്ക് വേണ്ടി? ഇങ്ങനെ ജീവിക്കുന്നവർക്ക് വേണ്ടി. ദൈവസ്നേഹം അകന്നു പോയി സ്വന്തം ശക്തിയിൽ മാത്രം ആശ്രയിച്ച് ആത്മീയരായി മറ്റുള്ളവരെ കാണിക്കാൻ ജീവിക്കുന്നവര്, ക്രിസ്തു സ്നേഹം അകന്നു പോയി ജീവിക്കുന്നവര് തിരിച്ചു വരാൻ നമ്മൾ സഹനങ്ങൾ ഏറ്റെടുക്കണം പ്രിയരെ. നിങ്ങൾക്കറിയാം പ്രിയരെ, അച്ഛൻ സഹിച്ചവനാണ്. 8 മാസത്തിനുള്ളിൽ 3 ഓപ്പറേഷൻ കഴിഞ്ഞവനാണ് ഞാൻ ദൈവത്തോട് ചോദിച്ചു, ഇതെന്തിനു വേണ്ടി? അവൻ എന്നോട് പറഞ്ഞു, എന്നെ പറ്റി പറയാൻ ഞാൻ നിനക്ക് തന്ന സമ്മാനമാണ് എൻ്റെ സഹനം. പ്രിയരെ, അന്ന് ഒത്തിരി വിശ്വാസം ഉണ്ടായില്ല, ബോധ്യം ഉണ്ടായില്ല. ഞാൻ കമ്മന്ന് കിടന്ന് പ്രാർത്ഥിച്ചുള്ളൂ. വചനപ്രഘോഷത്തിന് വേണ്ടി പല ദേവാലയങ്ങളിലും ഓപ്പറേഷൻ കഴിഞ്ഞ് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ സുഖപ്പെട്ടു എന്ന് കരുതി പള്ളികളിൽ ധ്യാനിപ്പിക്കാനായി പോയപ്പോൾ പ്രൈസ് ദി ലോർഡ് എന്ന് ഉറപ്പിച്ചു പറഞ്ഞാൽ മലദ്വാരത്തിൻ്റെ ഭാഗത്ത് നിന്ന് പഴുപ്പ് വരും. ഉറപ്പിച്ചു പറഞ്ഞാൽ അളി ഒന്ന് തുള്ളിച്ചാടിയാൽ പഴുപ്പ് വരും. അങ്ങനെ കണ്ണുനീരോടെ ഇരുന്നപ്പോൾ ഞാൻ ചോദിച്ചാണ്, എന്തിനു വേണ്ടി എനിക്ക് തരുന്നു പറയരുത്. ദൈവം പറഞ്ഞ കാര്യമാണ്, ഇതെൻ്റെ സമ്മാനമാണ്. എന്നെ തിരിച്ചറിയാൻ
ഇത് ഞാൻ തരുന്നതാണ്, എന്നെപ്പറ്റി പറയാൻ ഞാൻ തരുന്നതാണ്. പ്രിയ, അതിനുശേഷമാണ് ഈ സാക്ഷ്യം വെളിപ്പെടുത്തുന്ന വഴി അനേകർക്ക് ദൈവം സൗഖ്യം കൊടുത്തു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ. എൻ്റെ പ്രിയരെ, നമ്മൾ പ്രാർത്ഥിക്കണം, കണ്ണുനീരോടെ പ്രാർത്ഥിക്കണം, പരിത്യാഗം ചെയ്യണം, ജീവിതം മാറ്റിവെക്കണം. എന്തിനു വേണ്ടിയാണ്? ഇങ്ങനെയുള്ള വ്യക്തിക്ക് തിരിച്ചു പറയാനായിട്ട്. തിരിച്ചറിയണം അവർ എന്താണ് ദൈവത്തിൻ്റെ ഹിതം, ദൈവം എന്താണ് ആഗ്രഹിക്കുന്നത്. യഥാർത്ഥത്തിൽ ഒരു ക്രിസ്ത്യാനി ദൈവ ശിഷ്യൻ എങ്ങനെയായിരിക്കണം എന്നുള്ള അവർ തിരിച്ചറിയണം. ആ തിരിച്ചറിവിൽ അവർ ദൈവത്തെ സ്നേഹിക്കണം. ക്രിസ്തുവിന് വേണ്ടി, ദൈവത്തിന് വേണ്ടി അവർ ഇറങ്ങി തിരിക്കണം. പ്രിയ, അതാണ് നമുക്ക് വേണ്ടത്. അച്ഛൻ അവസാനം പറയുന്ന ഇപ്രകാരമാണ്: കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്നവനല്ല, സ്വർഗസ്നായ പിതാവിന്റെ ഇഷ്ടം നിറവേറ്റുന്നവനാണ് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക. ദൈവം ദാനമായിട്ട് നൽകിയ ജീവിതമാണെങ്കിൽ പ്രിയരെ, നമ്മൾ ഇറങ്ങിത്തിരിക്കണം. മറ്റുള്ളവർക്ക് വേണ്ടി ഇറങ്ങിത്തിരിക്കണം. അവിടെ കൂടിയായിരിക്കണം. അസിസിയിലെ ക്ലാര പുണ്യവതി സഹോദരിയുടെ ഒപ്പമായിരുന്നവനാണ്. ഏത് ജീവിത അവസ്ഥയിലും ആ സഹോദരിയോട്, ഒരു പക്ഷെ മഠത്തിലായിരുന്ന ഓരോ സഹോദരിയുടെ ഒപ്പം ഇരുന്നവളാണ്. സഹനത്തില്, സന്തോഷത്തില് ഒരുമിച്ച് ജീവിച്ചവളാണ്. പ്രിയരെ, തിരിച്ചറിയണം എന്താണ് ദൈവത്തിൻ്റെ ഹിതം. ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോ ദൈവത്തിന് ഏറ്റവും വലിയ സമ്മാനം എന്ന് പറയുന്നത് ഈ ജീവിതമാണ്. പിടിച്ചു വെച്ചോ, കടിച്ചു വെച്ചതോ, പണതോ, ഉയർത്തിയതോ ഒരിക്കൽ ഞാൻ നിങ്ങൾ കൊണ്ടുപോകുന്നില്ല പ്രിയരെ, ഒന്നും കൊണ്ടുപോകുന്നില്ല. നീ എന്തെല്ലാം സമ്പാദിച്ചോ ഒന്നും കൊണ്ടുപോകുന്നില്ല. അതെല്ലാം ഇവിടെ ഉപേക്ഷിച്ചിട്ട് പോണേ. പക്ഷേ കുഴിക്കപ്പുറത്തേക്ക് കൊണ്ടുപോകുന്ന വലിയൊരു പുണ്യമുണ്ട്. അത് സൽകൃത്യമാണ്. വിശുദ്ധരെ ദൈവത്തിന് വേണ്ടി ഇറങ്ങി തിരിക്കാൻ അവരെ പ്രേരിപ്പിച്ചത് വലിയ സത്യമുണ്ട്. അതെന്താണ്? ക്രിസ്ത്യാനി ജീവിതം, ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവന്റെ ജീവിതം കുഴിമാടത്തിൽ അവസാനിക്കുന്നതല്ല, മറിച്ച് കുഴിക്കപ്പുറത്തേക്ക് കൊണ്ടുപോകുന്നതാണ്. അതാണ് പ്രിയ നമ്മുടെ ലക്ഷ്യം. ആ ഒരു ബോധ്യം ഉണ്ടാക്കണം. കുഴിക്കപ്പുറത്തേക്ക് കൊണ്ടുപോകുന്ന ജീവിതം ഉണ്ട് എന്ന് തിരിച്ചറിഞ്ഞാൽ പ്രിയരെ, അത് മതി നമുക്ക് ജീവിക്കാൻ. ആർക്കു വേണ്ടി? ക്രിസ്തുവിന് വേണ്ടി ജീവിക്കാൻ. എത്രത്തോളം ക്രിസ്തു നമ്മെ സ്നേഹിച്ചു പ്രിയരെ. കരങ്ങൾ വിരിച്ച്, രണ്ട് കരങ്ങളും വിരിച്ച്, ഇത്രത്തോളം ദൈവം നമ്മെ സ്നേഹിച്ചു എങ്കിൽ അത്രത്തോളം തന്നെ പ്രിയരെ നമ്മൾ സ്നേഹിക്കണം, ജീവിക്കണം. എങ്ങനെ ജീവിക്കണം? ദൈവത്തോട് ചേർന്ന് അവന്റെ വചനം ജീവിതത്തിൽ പ്രാവർത്തികമാക്കി ജീവിക്കണം. എങ്കിൽ സ്വർഗം എൻ്റെ നിന്റെ മുമ്പിൽ തുറക്കപ്പെടും. അതിനെ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. ഒരു നിമിഷം നിങ്ങൾ എവിടെയാണ് നിൽക്കുന്നത് അവിടെ എഴുന്നേറ്റ് നിന്ന് രണ്ട് കരങ്ങളും സ്വർഗത്തോളം ഉയർത്തിപ്പിടിക്കും. കണ്ണടക്കി ഈശോ കാണാൻ. നഥാനിയോട് പറഞ്ഞതുപോലെ നമ്മെ നോക്കി ഈശോ പറയണം, ഇതാ നിഷ്കപടനായ ഒരു യഥാർത്ഥ ഇസ്രായേൽക്കാരൻ, ഹൃദയത്തിൽ വിശുദ്ധി നിറഞ്ഞവൻ, ഹൃദയത്തിൽ നന്മ കൊണ്ട് നടക്കുന്നവൻ. അവനായിരിക്കണം പ്രിയരെ യഥാർത്ഥ ശിഷ്യൻ. യഥാർത്ഥ ഭക്തി, നീതി പ്രവർത്തിക്കുക, കരുണ കാണിക്കുക, അതാണ് യഥാർത്ഥമായ ഒരുവന്റെ ഭക്തി. എങ്കിൽ പ്രിയ രണ്ട് കരങ്ങൾ സ്വർഗത്തോളം ഉയർത്തി, ഈശോയെ നിന്റെ പരിശുദ്ധാത്മാവിനെ നിറയ്ക്കണമേ എന്ന് ആഗ്രഹിച്ച് നിനക്ക് വേണ്ടി ജീവിക്കുവാൻ, സഹനങ്ങൾ ഏറ്റെടുക്കുവാൻ, എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഓരോ സഹനങ്ങളെ, പ്രയാസങ്ങള് ഈശോയെ അത് നിനക്ക് വേണ്ടി സമർപ്പിക്കാൻ, ആത്മാക്കൾക്ക് വേണ്ടി സമർപ്പിക്കാൻ, അതിലൂടെ യേശുവിനെ തിരിച്ചറിയാൻ ഈശോയെ ആ വലിയ കൃപ, ആ ശക്തി എനിക്ക് നൽകി അനുഗ്രഹിക്കുമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് രണ്ട് കരങ്ങൾ സ്വർഗത്തോളം ഉയർത്തി സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. യേശുവേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. ശക്തിയോടെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. യേശുവേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ.
പോലെ പെയ്തിറങ്ങി വാ, കരങ്ങളടിച്ച് ശക്തിയോ മഴ പോലെ പെയ്തിറങ്ങി വാ, ആടിപ്പാട് മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, കര ഉയർത്തടിച്ച് ശക്തിയോ മഴ പോലെ പെയ്തിറങ്ങി വാ, ഹല്ലേലൂയ, മഴ പോലെ പെയ്തിറങ്ങി വാ. ആമേൻ. ആത്മശക്തിയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. ശക്തിയോ സ്വർഗീയത്തിയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി 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 വാ, മഴ പോലെ പെയ്തിറങ്ങി. ഒറ്റവഴി ആത്മാവേ, രണ്ടുകൾ സ്വരത്തോളം ഉയർത്തി ദാഹത്തോ ഹല്ലേലൂയ, 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 ശക്തിയോ ശ്രീ ഹല്ലേലൂയ, 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 യേശുവേ ആരാധന, 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 ശ്രീ ഹല്ലേലൂയ, 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 ഉച്ചത്തി പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, സന്തോഷത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എൻ്റെ പ്രിയരെ, ഇനിയുള്ള സമയം കഞ്ചിക്കോട് റാണി സഹോദരി നമുക്ക് ശ്രമിക്കാം. ഒത്തിരിയേറെ സന്ദേശങ്ങൾ പരിശുദ്ധ മൊഴി നൽകിയിട്ടുണ്ട്. എങ്കിൽ വലിയ ദാഹത്തോടുകൂടെ സഹോദരിയെ നമുക്ക് ശ്രമിക്കാം. ആവേ ആവേ അമ്മേ അമ്മേ അമലേ അമലേ മരിയേ, ആവേ ആവേ അമ്മേ അമ്മേ അമലേ അമലേ മരിയേ, അമലേ അമലേ മരിയേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. തീക്ഷ്ണമായി പ്രാർത്ഥിക്കാനുള്ള പരിശുദ്ധ അമ്മയുടെ ആഹ്വാനം സ്വീകരിച്ചുകൊണ്ട് നമ്മൾ ഇന്നലെ ആരാധനയിലും പ്രാർത്ഥിച്ചു അല്ലേ? നമ്മുടെ ജീവിതം ദൈവ ആരാധനയ്ക്കായിട്ട് മാറ്റപ്പെട്ടതാണെന്ന് നമ്മൾ വിശ്വസിക്കണം. അതങ്ങനെയാണ്. സ്നേഹമുള്ളത് കൊണ്ടല്ലേ പരിശുദ്ധ അമ്മ നമ്മളോട് ഇത്രയൊക്കെ സംസാരിക്കുന്നത്, ഈശോ അമ്മയെ അനുവദിച്ചത്. നമ്മൾ എന്നിട്ട് തള്ളിക്കളഞ്ഞ് ജീവിക്കരുതല്ലോ. നമുക്ക് എളിമയോടെ ജീവിക്കാം, എളിമയോടെ പ്രാർത്ഥിക്കാം. കുറവുകളുള്ളവരാ നമ്മൾ, മനുഷ്യരായ നമുക്ക് കുറവുകളുണ്ട്. എങ്കിലും ആ കുറവുകളെല്ലാം മാറ്റി നമ്മെ നിറവുള്ളവരാക്കാൻ ഈശോയ്ക്ക് സാധിക്കും. കൃപാവരം കൊണ്ടല്ലാതെ ക്രൂരതയുടെ മുഖത്തടിക്കാൻ പറ്റില്ലെന്ന് പരിശുദ്ധ അമ്മ പറഞ്ഞു തന്നില്ലേ ആദ്യ സന്ദേശത്തിൽ? ആ കൃപ നമുക്ക് സ്വീകരിക്കാം. നമുക്ക് അമ്മയോട് പറയാമേ, ഞങ്ങൾ പൂർണ്ണമായി അമ്മയുടേതാണ്, ഞങ്ങളെ അമ്മ പൂർണ്ണമായി ഈശോയുടേതാക്കി മാറ്റണമേ. ആമേൻ. പരിശുദ്ധ അമ്മ നൽകിയ സന്ദേശത്തിൻ്റെ തുടർച്ചയായിട്ട് അമ്മ പറയുകയാണ്, മക്കളെ, ഏറ്റവും വലിയ പാപി ഏറ്റവും അധികം കരുണയ്ക്ക് യോഗ്യനാണെന്നറിയുക. അളവില്ലാത്ത വിധം തന്നെ തന്നെ മനുഷ്യർക്ക് കൊടുക്കുന്നതിൽ എൻ്റെ ദിവ്യസുതൻ സന്തോഷിക്കുന്നു. ഏറ്റവും വലിയ പാപി ഏറ്റവും അധികം കരുണയ്ക്ക് അർഹനാണ്. അത് നമുക്ക് ആശ്വാസം നൽകുന്നൊരു സന്ദേശമാണ്. നമ്മൾ എത്ര വലിയ പാപിയാകട്ടെ കരുണയ്ക്ക് അർഹരാണ്. ആ അർഹരാണ് നമ്മൾ. നമുക്കതിനുള്ള എലിജിബിലിറ്റി ഉണ്ട്. ഇനി നമ്മൾ അർഹത നമ്മൾ കാണിച്ചു കൊടുക്കണം. ആർക്ക്? നമ്മളൊരു ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ കുറേ സർട്ടിഫിക്കറ്റൊക്കെ ആയിട്ട് പോകുമല്ലേ? നമ്മൾ പഠിച്ച ഡിഗ്രികളുടെയും അല്ലെങ്കിൽ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റൊക്കെ ആയിട്ട് പോകും. ആ സർട്ടിഫിക്കറ്റ്സൊക്കെ ഒരു അടയാളമാണ്, എനിക്കിതൊക്കെ അറിയാമെന്ന്. എന്നാൽ ആ അടയാളം മാത്രം കാണിച്ചു കൊടുത്തതുകൊണ്ട് നമുക്കൊരു ജോലി കിട്ടണമെന്നില്ല. നമുക്ക് ദൈവാനുഗ്രഹം വേണം. ദൈവം അനുവദിക്കുന്നതും ആഗ്രഹിക്കുന്നതുമായിരിക്കണം ആ ജോലി. അങ്ങനെ ദൈവം നമ്മുടെ മുൻപിൽ വെച്ച് നീട്ടുന്ന ഒരു സർട്ടിഫിക്കറ്റാണ് ദൈവത്തിൻ്റെ അളവില്ലാത്ത കരുണ.
അത് നമുക്ക് അർഹതയുള്ളതാണ്. ആ സർട്ടിഫിക്കറ്റുമായിട്ട് നമ്മളിന്ന് പരിശുദ്ധ അമ്മയോട് ചേർന്ന് ഈശോയുടെ സന്നിധിയിലായിരിക്കുമ്പോൾ അമ്മ പറയാം, മോളെ, മോനെ, നീ വലിയ പാപിയാണോ? സാരമില്ല, സാരമില്ല, നീ ഏറ്റവും വലിയ കരുണയ്ക്ക് അർഹനാണ് എന്ന് പറയുമ്പോൾ, പാപം ചെയ്താൽ കരുണ കിട്ടുമെന്ന് വിചാരിച്ച് വീണ്ടും വീണ്ടും പാപം ചെയ്യണമെന്നാണോ? അല്ല. ഇപ്പോൾ നിനക്ക് ഈ ദൈവദൂത് ലഭിച്ചിട്ടുണ്ടെങ്കിൽ ഈ നിമിഷത്തിൽ നീ നടന്ന വഴികളെ മറന്ന്, പാപത്തിൻ്റെ വഴികളെ മറന്ന്, ആ കരുണയുടെ സർട്ടിഫിക്കറ്റ് നിനക്ക് അവകാശപ്പെട്ടതാണ്. അത് നിനക്ക് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് ദൈവ കരുണയുടെ തിരുമുൻപിൽ, ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ മുൻപിൽ നീ ആയിരിക്കണം. നിനക്കതിന് യോഗ്യതയുണ്ടെന്ന് അമ്മ ഓർമ്മിപ്പിച്ചു. ഇനി ചെയ്യേണ്ടത് ആ കരുണ സ്വീകരിക്കുക. ആ കരുണ സ്വീകരിക്കാനായിട്ട് നിന്നെ തടസ്സപ്പെടുത്തുന്നത് എന്താണോ ആ സാഹചര്യത്തിൽ നിന്ന്, ആ അവസ്ഥയിൽ നിന്ന്, ആ പാപത്തിൽ നിന്ന്, ബന്ധനത്തിൽ നിന്ന് സാഹചര്യത്തോടെ തന്നെ മാറുക. അതാ പരിശുദ്ധ അമ്മ പറയുന്നത്. അളവില്ലാത്ത വിധം തന്നെ മനുഷ്യർക്ക് കൊടുക്കുന്നതിൽ എൻ്റെ ദിവ്യസുതൻ സന്തോഷിക്കുന്നു. നിങ്ങൾക്കായി മാത്രമാണ് മരിച്ചു പോകാത്ത, നാശമടയാത്ത നിത്യജീവൻ നൽകാൻ അവൻ മനുഷ്യനായി അവതരിച്ചതും പീഡകൾ സഹിച്ചതും എല്ലാം മറക്കരുത് മക്കളെ, മറക്കരുത്. അമ്മ വീണ്ടും 2 പ്രാവശ്യം ആവർത്തിച്ചു പറയുമ്പോൾ അതിന് വലിയൊരു അർത്ഥമുണ്ട്. നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ പഠിച്ചിട്ടില്ലേ, ഇൻവേർട്ടഡ് കോമ ഇട്ടിട്ട് ഒരു സെൻറ്റൻസ് എഴുതുമ്പോൾ അതിന് ഭയങ്കര ഒരു അർത്ഥമുണ്ട്, ഒരു പവറുണ്ട്. എസ്സേ ഒക്കെ എഴുതുമ്പോൾ നമ്മൾ ഇൻവേർട്ടഡ് കോമ ഇട്ടിട്ട് എഴുതാറില്ലേ? വചനം എഴുതുമ്പോൾ നമ്മൾ ഇൻവേർട്ടഡ് കോമ ഇട്ടിട്ടല്ലേ? യേശു പറഞ്ഞു, സത്യമായി ഞാൻ പറയുന്നു എന്നൊക്കെ പറയുമ്പോൾ 2 ഇൻവേർട്ടഡ് കോമയിടും. അതുപോലെ അമ്മ പറയുന്നേ, നിങ്ങൾക്കായി മാത്രമാണ് മരിച്ചു പോകാത്ത, നാശമടയാത്ത നിത്യജീവൻ നൽകാൻ. എന്തിനാ ഈശോ മനുഷ്യനായി അവതരിച്ചത്, പീഡകൾ സഹിച്ചത്? നിങ്ങൾക്കായിട്ട് നിത്യജീവൻ നൽകാൻ. അതിനായിട്ട് മാത്രമാണ് അതൊക്കെ സഹിച്ചത്, എല്ലാം സഹിച്ചത്. മറക്കരുത് മക്കളെ, മറക്കരുത്. വീണ്ടും വീണ്ടും പറയുമ്പോൾ ഇൻവെർട്ടഡ് കോമയാണ്. മറക്കരുത്, ഓർക്കണം. മറക്കരുത്, ഓർക്കണം. പിശാചിത് മറപ്പിക്കും നമ്മളെ. നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ കാര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഇതൊക്കെ മറക്കും. ഈ സന്ദേശങ്ങളുടെ പങ്കുവെക്കലൊക്കെ ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞാൽ TV-യിലൂടെയുള്ളത് നിലയ്ക്കും എന്ന് കരുതി കേട്ടതൊന്നും മറക്കരുത്. ഇത് അമ്മയുടെ ഓർമ്മപ്പെടുത്തലാണ്. മറക്കരുത് മക്കളെ, മറക്കരുത്. ഓരോരുത്തരും ചിന്തിക്കും ഓരോ ദിവസത്തിലും, എൻ്റെ ഈശോയെ എന്നെ രക്ഷിക്കാനാണല്ലോ ഈശോ മനുഷ്യനായിട്ട് ലോകത്ത് വന്നേ. ഇത് പാടുപീഡകളെ സഹിച്ചു മരിച്ച് ഉത്ഥാനം ചെയ്തേ. ഒന്ന് ഓർത്തേ. അത് ഓർക്കുമ്പോൾ നിനക്ക് പാപം ചെയ്യാൻ പറ്റില്ല. അമ്മ ഒരു പ്രാർത്ഥന പഠിപ്പിച്ചു. ആ പ്രാർത്ഥന ഞാനിവിടെ ചൊല്ലിത്തരുമ്പോൾ എല്ലാവരും ചൊല്ലണേ. ഇത് 2 പ്രാവശ്യം ആവർത്തിക്കാനുള്ള സമയം നമുക്കില്ല. ഇതാണ് ആ പ്രാർത്ഥന. പിതാവേ, താളം തെറ്റിയ ഞങ്ങളുടെ ജീവിതത്തിൽ നിന്നും അവിടുത്തെ കരം നീട്ടി ഞങ്ങളെ ഉയർത്താൻ കരുണയുണ്ടാകണമേ. ഞങ്ങളുടെ രക്ഷകനായ ദൈവമേ, ഞങ്ങളെ വഴിതെറ്റിക്കുന്നവനും കാർന്നു തിന്നാൻ കാത്തിരിക്കുന്നവനുമായ ഘോര സർപ്പത്തിൽ നിന്നും തിരുരക്ത സംരക്ഷണം നൽകി ഞങ്ങളെ രക്ഷിക്കണമേ. അവിടുത്തെ ഉടമ്പടി പേടകത്തിൻ്റെ മഹത്വം ദർശിക്കാൻ ഞങ്ങൾ ദാഹിക്കുന്നു. യോഗ്യതയേകണേ, ദൈവാരൂപയിൽ നിറയ്ക്കണേ. ആമേൻ. ഇത് ചെറിയ പ്രാർത്ഥന, പക്ഷെ എല്ലാം ഉണ്ട്. ഈ പ്രാർത്ഥന നമ്മൾ പഠിച്ച് പ്രാർത്ഥിക്കുന്നത് നല്ലതാണ് കേട്ടോ. വീണ്ടും പരിശുദ്ധ അമ്മ 2000 മാർച്ച് 23 സന്ദേശം നൽകി. മക്കളെ, മനുഷ്യനായി അവതരിച്ച ദൈവവചനത്തിൻ്റെ അമ്മയാണ് ഞാൻ. പിതാവായ ദൈവത്തിൻ്റെ കർമ്മ പദ്ധതിക്ക് അതേ എന്ന് പ്രത്യുത്തരിച്ച് സമർപ്പണം നടത്തിയപ്പോൾ ആ പിതാവ് എത്രമാത്രം സന്തോഷിച്ചു എന്ന് നിങ്ങൾ അറിയുന്നില്ലേ? മനുഷ്യനായി അവതരിച്ച ദൈവവചനത്തിൻ്റെ അമ്മയാണ് ഞാൻ. എത്ര സന്തോഷത്തോടെ അമ്മ പറയുന്നേ, ആ വചനം യേശുവാണ്, യേശുവിൻ്റെ അമ്മയാണ് ഞാൻ. അമ്മ ദൈവിക പദ്ധതിക്ക്, ദൈവത്തിൻ്റെ പ്രവൃത്തികൾ, കർമ്മ പദ്ധതി, അതിന് അതേ എന്ന് പ്രത്യുത്തരിച്ച്, ആമേ എന്ന് പ്രത്യുത്തരിച്ച് സമർപ്പണം നടത്തിയപ്പോൾ
ആ പിതാവ് എന്തുമാത്രം സന്തോഷിച്ചു എന്ന് നിങ്ങൾ അറിയുന്നില്ലേ? സമ്പൂർണ്ണ കന്യാവ്രതത്തിലും ലോക അരൂപിയിൽ നിന്നുള്ള അജ്ഞാതാവസ്ഥയിലും ജീവിച്ച് സുദീർഘവും നിശബ്ദവുമായ ഒരു തയ്യാറെടുപ്പിൻ്റെ കാലങ്ങളായിരുന്നു എൻ്റെ ബാല്യകാലം. പിതാവിൻ്റെ തിരുഹിത പൂർത്തീകരണ സമയമായപ്പോൾ അവിടുന്ന് എളിയവളായ നിങ്ങളുടെ ഈ അമ്മയെ തിരഞ്ഞെടുക്കുവാനും കാരണമിതാണ്. അമ്മയുടെ ബാല്യകാലത്തെക്കുറിച്ച് ഇതിനു മുൻപും അമ്മ പറഞ്ഞു തന്നിട്ടുണ്ട്. അമ്മ പറഞ്ഞു, സമ്പൂർണ്ണ കന്യാവ്രതം. ബാല്യകാലത്തിൽ കന്യാവ്രതം സ്വീകരിക്കാന്ന് പറഞ്ഞ എങ്ങനെയാ? അതായത് അശുദ്ധമായ ഒരു കാര്യം, വിശുദ്ധിക്കെതിരായ ഒരു കാര്യം, ശരീരമാകുന്ന ആലയത്തെ നശിപ്പിക്കുന്ന ഒന്നും അമ്മ ചെയ്തിട്ടില്ല. ലോക അരൂപിയിൽ നിന്നുള്ള അജ്ഞാതാവസ്ഥ, അങ്ങനെ ജീവിച്ചിട്ട് ദീർഘമായ നിശബ്ദത, അതാണ് അമ്മയുടെ പുണ്യപൂർണതയുടെ വലിയൊരു ഘടകം. നമ്മളാണെങ്കിൽ ഇങ്ങനെ വായിട്ട് അടിച്ചുകൊണ്ടേയിരിക്കും, നമുക്ക് സംസാരിക്കാതിരിക്കാൻ പറ്റില്ല അല്ലേ? അമ്മ പറയാ ദീർഘമായ നിശബ്ദതയായിരുന്നു, അതാണ് അമ്മയുടെ പ്രാർത്ഥന. അമ്മ ദൈവത്തെ ആരാധിച്ച് ആരാധനയായി മാറിയ അമ്മയാണ്. പ്രാർത്ഥിച്ച് പ്രാർത്ഥനയായി തീർന്ന അമ്മയാണ്. ബാല്യകാലം മുതലേ നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ഇന്ന് നമ്മുടെ ഭവനങ്ങളിൽ കുടുംബ പ്രാർത്ഥനയ്ക്ക് പോലും ശരിക്ക് പങ്കെടുക്കുന്നില്ല. ഒരു 3 വയസ്സ് മുതൽ പരിശുദ്ധ അമ്മ അനുവർത്തിച്ചതാണ് ഈ പറഞ്ഞു തരുന്നത്. എൻ്റെ മാതാപിതാക്കളൊക്കെ 3 വയസ്സായ മുട്ടുകുത്തി സമ്പൂർണ്ണ ജപമാല പ്രാർത്ഥിക്കാനായിട്ട് ശീലിപ്പിച്ചതാ. അത് പണ്ട് അങ്ങനെ ഒരു വലിയൊരു സ്ട്രിക്റ്റായിട്ടൊക്കെ പഠിപ്പിച്ചു പോന്നു. അതുകൊണ്ട് കൂടിയൊക്കെയാണ് നിങ്ങളുടെ മുൻപിൽ ഇങ്ങനെ നിൽക്കാനായിട്ട് എനിക്ക് സാധിക്കുന്നത്. ഇന്നത്തെ കുഞ്ഞുങ്ങളെ തല്ലാൻ പാടില്ല, തല്ലി പ്രാർത്ഥിപ്പിക്കണമെന്നല്ല ഞാൻ പറയുന്നത്. ഭയങ്കര സ്വാതന്ത്ര്യമാണ് കുട്ടികൾക്ക്. സ്വാതന്ത്ര്യം വേണ്ട എന്നുമല്ല പറയുന്നത്. ഞാൻ പറയുന്നതിൻ്റെ അർത്ഥം ഒരുപക്ഷെ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാകും. കൊച്ചു കുട്ടിയായിരുന്നപ്പോൾ മാതാവ് എങ്ങനെയായിരുന്നു എന്ന് അമ്മ പറയാ, സുദീർഘമായ നിശബ്ദത. ഇന്ന് എവിടെയാ നിശബ്ദത? കുടുംബത്തിലില്ല, ലോകത്തിലില്ല, എവിടെയും ശബ്ദ കോലാഹലങ്ങളല്ലേ. നിശബ്ദതയിൽ ദൈവസ്വരം ശ്രവിക്കാൻ എളുപ്പമാണ്. സുദീർഘമായ നിശബ്ദത. 1 പറഞ്ഞ് 2 പറഞ്ഞില്ലെങ്കിൽ ഞാൻ ചെറിയവനായി പോകുന്നുള്ളൊരു ചിന്തയാണ് നമുക്ക് എല്ലാവർക്കും ഉള്ളത്. അവൾ എന്നെ അങ്ങനെ പറഞ്ഞോ, എന്നാൽ അവൾ ഇങ്ങനെയാണെന്ന്, അവളെക്കുറിച്ച് 2 കാര്യം ഇല്ലാത്തതാണെങ്കിലും നോണയാണെങ്കിലും ചീത്ത തെറി വാക്കുകളാണെങ്കിലും പറഞ്ഞാലേ ഒരു സമാധാനമുള്ളൂ. എവിടെ പോയി നിശബ്ദത? നിശബ്ദത പാലിക്കേണ്ടിടത്ത് മറ്റുള്ളവരുടെ സന്തോഷത്തിനും സമാധാനത്തിനും വേണ്ടി തോറ്റു കൊടുക്കുന്നിടത്ത് ദൈവം വിജയിക്കുമെന്ന പരിശുദ്ധ അമ്മ പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. അതുകൊണ്ട് പല കുറ്റങ്ങളും പറയുന്നവർ പറയട്ടെ, നീ കുറ്റവാളി അല്ലെങ്കിൽ നീ എന്തിനെ പ്രകോപിതയാകുന്നേ? നിശബ്ദത പാലിക്കുക, സുദീർഘമായ നിശബ്ദത. ഇതെല്ലാം ഒരു തയ്യാറെടുപ്പാണ്, നമ്മുടെയും ഒരു തയ്യാറെടുപ്പാണ്. അത് ദൈവം നമ്മിൽ വസിക്കുന്നു. ആ വസിക്കുന്ന ദൈവത്തെ നമ്മൾ അനുഭവിക്കാനുള്ളൊരു തയ്യാറെടുപ്പാണ് നമ്മുടെ അനുദിന ജീവിതത്തിൽ ഇന്നും നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നെ കേൾക്കുന്ന നിങ്ങളുടെയും എൻ്റെയൊക്കെ ബാല്യകാലം കഴിഞ്ഞിട്ടുണ്ടാവും, കൊച്ചുമക്കളും ഇനിയുണ്ട്. നമ്മുടെ ബാല്യകാലം എന്ന് പറയുമ്പോൾ പ്രാർത്ഥനാ ജീവിതത്തിലും ആത്മീയ ജീവിതത്തിലും നമ്മൾ ശിശുക്കളാണ്. ആ തലത്തിൽ നമ്മുടെ ബാല്യകാലം തീർന്നിട്ടില്ല. അതുകൊണ്ട് വായടക്കേണ്ടിടത്ത് വായടയ്ക്കുക, കടിഞ്ഞാണിട്ട് നിയന്ത്രിക്കുക. അതിനൊരു പൂട്ടും താക്കോലും ഇട്ട് സൂക്ഷിക്കാനാണ് പ്രഭാഷകന്റെ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ തുറക്കേണ്ടിടത്ത് തുറക്കണം, അടയ്ക്കേണ്ടിടത്ത് അടയ്ക്കണം. എന്നാൽ തന്നെ പകുതി മനസ്സമാധാനം ഉണ്ടാകും. ചില അമ്മമാരെ എനിക്കറിയാം, മക്കൾ അത് പറഞ്ഞു ഇത് പറഞ്ഞു, ഭർത്താവ് ഇത് പറഞ്ഞു അത് പറഞ്ഞു, അല്ലെങ്കിൽ ബന്ധുക്കൾ ഇത് പറഞ്ഞു എന്ന് ഓർത്ത് ഇങ്ങനെ പറഞ്ഞ് ഒരുപക്ഷെ ഇവരുടെ വാതരത്തിൽ നിന്ന് വീണതിന് പകരമായിരിക്കും കിട്ടുന്നേ. അത് കിട്ടിക്കഴിയുമ്പോഴുണ്ടല്ലോ ഇരിക്കപ്പുറതിയില്ല, എന്തോ ഒരു സങ്കടമാണ് അവരെക്കുറിച്ച് പറയാൻ. അത് ഇതെന്നൊക്കെ ചിലപ്പോൾ ശരിയുണ്ടാവും, ചിലപ്പോഴൊക്കെ അത് ശരിയാണ്, ചിലപ്പോൾ ശരികേട് നമ്മുടെ ഭാഗത്ത് തന്നെയാണ്. അതുകൊണ്ട് സുദീർഘമായൊരു നിശബ്ദത ആത്മാവിൽ സൂക്ഷിക്കാൻ നമുക്ക് ശ്രമിക്കണം. അത് നന്മയാണ്. പിതാവിൻ്റെ തിരുഹിത പൂർത്തീകരണ സമയമായപ്പോൾ അവിടുന്ന് എളിയവളായ നിങ്ങളുടെ ഈ അമ്മയെ തിരഞ്ഞെടുക്കുവാനും കാരണം ഇതാണ്. കണ്ടോ, ഒരു കാരണമൊന്നും ഇല്ലാതെയല്ല അമ്മയെ തിരഞ്ഞെടുത്തത്. പരിശുദ്ധ അമ്മ പലപ്പോഴും പറഞ്ഞു തന്നിട്ടുണ്ട്, ഒരു രക്ഷകൻ ലോകത്തിൽ പിറക്കുമെന്നുള്ള പ്രവചനങ്ങൾ
മനസ്സിൽ സ്വീകരിച്ച് അതിനുവേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്ന ഒരു മകളാണ് ഞാൻ. എന്നാൽ രക്ഷകന്റെ അമ്മയാകാൻ എന്നെ തിരഞ്ഞെടുക്കുമെന്ന് ചിന്തിക്കാനായിട്ട്, എന്നെയും തിരഞ്ഞെടുക്കാം, എന്നാൽ എൻ്റെ ജീവിതം എന്താണ്, ഞാൻ എങ്ങനെ ജീവിക്കണം, ഞാനും അങ്ങനെ ജീവിക്കട്ടെ എന്ന ചിന്തയോടെ ജീവിച്ചു അമ്മ. പക്ഷേ അമ്മ എപ്പോഴും ആഗ്രഹിച്ചു അങ്ങനെ പിറക്കുന്ന രക്ഷകന്റെ ഭവനത്തിൽ ആ രക്ഷകനെ പരിചരിക്കുന്ന ഒരു പരിചാരികയായിട്ടെങ്കിലും എനിക്ക് ജനിക്കണം, എനിക്ക് ജീവിക്കണം. ആ രക്ഷകൻ അമ്മയിലൂടെയാണ് ജനിക്കാനിരിക്കുന്നത്. പിതാവിൻ്റെ ഹിതമാണ്. പിതാവ് അതിനുവേണ്ടി അമ്മയെ ഒരുക്കുകയായിരുന്നു. ആ ഒരുക്കം മുൻകൂട്ടി അമ്മ ആസ്വദിച്ച് അനുഭവിച്ച് ജീവിക്കുകയായിരുന്നു. അതേ മക്കളെ, മനുഷ്യപ്രകൃതി സ്വീകരിക്കുന്നതിന് ജീവന്റെ വചനം പിതാവിൻ്റെ തിരുഹൃദയത്തിൽ നിന്ന് എൻ്റെ ഉദരത്തിൽ പ്രതിഷ്ഠിക്കപ്പെട്ടു. ജീവന്റെ വചനം, അനാദിയിലെ പിതാവിൻ്റെ ഹൃദയത്തിൽ സൂക്ഷിക്കപ്പെട്ട വചനം, പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിൽ ആദ്യം അമ്മ സ്വീകരിച്ചപ്പോൾ വിമല ഹൃദയത്തിൽ അത് രൂപപ്പെട്ടു. എന്നാൽ അമ്മയുടെ ഉദരത്തിൽ പ്രതിഷ്ഠിക്കപ്പെട്ടു. അമ്മയുടെ ഉദരത്തിൽ വചനം പ്രതിഷ്ഠിച്ചു പിതാവായ ദൈവം. അങ്ങനെ പിതാവിൻ്റെ ഹൃദയത്തിൽ നിന്ന് അമ്മയുടെ ഉദരത്തിൽ പാകിയ വചന വിത്ത്, ആ വിത്ത് വളർന്നു മനുഷ്യനായിട്ട് രൂപപ്പെട്ടു ലോകത്തിലേക്ക് വന്നു. ആ ലോകത്തിലേക്ക് വന്ന, ഈ ലോകത്തിൻ്റെ ചേറ്റുകണ്ടത്തിൽ ലോകത്തിലേക്ക് വന്ന ദൈവ മനുഷ്യനായ, മനുഷ്യൻ ദൈവമായ ആ ജീവിതത്തെ, യേശു ക്രിസ്തുവിനെ ലോകത്തിൻ്റെ ചേറ്റുകണ്ടത്തിലിട്ടിട്ട്, പാപവും അഴുക്ക് നിറഞ്ഞ ഈ ചേറ്റുകണ്ടത്തിൽ, അഴുക്ക് നിറഞ്ഞ ചെളി നിറഞ്ഞ ഈ ലോകത്തിലിട്ടിട്ട് മനുഷ്യൻ ക്രൂരമായിട്ട് പീഡിപ്പിച്ചു. പാപം കൊണ്ട് പീഡിപ്പിച്ചു, ചമ്മട്ടിയടി കൊടുത്ത് പീഡിപ്പിച്ചു, മുൾമുടി ധരിപ്പിച്ച് പീഡിപ്പിച്ചു, പരിഹാസ രാജാവായിട്ട് പീഡിപ്പിച്ചു, കുരിശിൽ തറച്ചു കൊന്ന് പീഡിപ്പിച്ചു. അങ്ങനെ കുരിശോളം ഉയർത്തപ്പെട്ട ദൈവത്തിൻ്റെ സ്നേഹം ബലിയായിട്ട്, ആ കുരിശിലെ സ്നേഹമാകുന്ന ബോർമയിൽ വെന്തെടുത്ത അപ്പമായിട്ട്, ദിവ്യകാരുണ്യമായിട്ട് ഇന്നും ലോകത്തിൽ ജീവിക്കുന്നു. ഹല്ലേലൂയ. പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ ഉദരത്തിൽ പ്രതിഷ്ഠിക്കപ്പെട്ട ജീവന്റെ വചനത്തെക്കുറിച്ച് പരിശുദ്ധ അമ്മ പറയാ, ഈ സത്യങ്ങളെല്ലാം നിങ്ങൾക്കറിയാമെങ്കിലും അറിവില്ലാത്തവരെ പോലെ ജീവിക്കുന്നതിനാൽ ഈ അമ്മ എല്ലാം ആവർത്തിക്കുകയാണ്. അമ്മയ്ക്ക് മക്കളെ രക്ഷിക്കേണ്ടേ? അതുകൊണ്ട് അമ്മ പറയാ, മക്കളെ ഞാൻ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. മക്കളെ, ഈ ലോകത്തിൽ നിങ്ങൾ പരിത്യക്തരാകുമ്പോൾ, തള്ളപ്പെടുമ്പോൾ, അവഹേളിക്കപ്പെടുമ്പോൾ, ആരും നിങ്ങളെ മനസ്സിലാക്കാത്തപ്പോൾ, അവഹേളിക്കപ്പെടുമ്പോൾ, പീഡിപ്പിക്കപ്പെടുമ്പോൾ ദൈവ തിരുമുൻപിൽ ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞ ഈ അമ്മയെ ഒന്നോർക്ക്. ലോകം പാപി എന്ന് വിധിച്ച് കാൽവരിയിൽ നാട്ടിയ ഒരു കുരിശിൽ ക്രൂശിക്കപ്പെട്ടവനെ ഓർക്കുക. പരിശുദ്ധ അമ്മയെ ഓർക്കുക, ഈശോയെ ഓർക്കുക, ക്രൂശിതനായ ഈശോയെ ഓർക്കുക. മക്കളെ, എൻ്റെ തിരുക്കുമാരൻ ഇന്ന് എന്നോട് പറയുന്നു. ആരോട്? പരിശുദ്ധ അമ്മയോട് പറയുന്നു. അമ്മേ, ഈശോ അമ്മയെ വിളിക്കുക. അമ്മേ, ഹൃദയങ്ങളെ സത്യത്തിനും നിത്യരക്ഷയ്ക്കും വേണ്ടി രൂപപ്പെടുത്താനാണല്ലോ ഞാൻ അയക്കപ്പെട്ടത്. അമ്മയും മകനും സംസാരിക്കുന്നതാണ്. അമ്മേ, ഓരോ മനുഷ്യ ഹൃദയങ്ങളെയും സത്യത്തിനും നിത്യരക്ഷയ്ക്കും വേണ്ടി, നിത്യമായി രക്ഷപ്പെടണം എല്ലാ മക്കളും, അതിനുവേണ്ടി രൂപപ്പെടുത്താനാണ് ഈശോ പിതാവായ ദൈവത്തിൻ്റെ ഹൃദയത്തിൽ നിന്ന് ലോകത്തിലേക്ക് അയക്കപ്പെട്ടത് മനുഷ്യനായിട്ട്. എന്നെ അയച്ചവൻ്റെ ആഗ്രഹം പോലെ അനേക ഹൃദയങ്ങൾക്ക് ഞാൻ രൂപം നൽകി. അനേകർ എന്നെ ഉപദ്രവിച്ചു, വേദനിപ്പിച്ചു. ആ വേദനിപ്പിച്ചവരെയും ഉപദ്രവിച്ചവരെയും നേടാനായിട്ട്, ആ ഹൃദയങ്ങളെ കൂടി നേടേണ്ടതിന് ഞാൻ പരിഹാസിതനായി വേദനകൾ സഹിച്ചു. അമ്മയോട് ഈശോ പറയുന്നതാ, എൻ്റെ രക്തം കൊണ്ട് ഞാൻ അവയെ മിനുസപ്പെടുത്തി. വെറുതെയല്ല കേട്ടോ, വെറുതെ ഈശോ ക്ഷമിച്ചിരിക്കുകയല്ല ചെയ്തത്. ഓരോ പ്രാവശ്യവും മറ്റുള്ളവർ ഈശോയെ ഉപദ്രവിക്കുമ്പോഴും പരിഹസിക്കുമ്പോഴും ആത്മാവിൽ നിന്ന് ചിന്തപ്പെടുന്ന ഒരു രക്തമുണ്ട്, രക്തസാക്ഷിത്വമുണ്ട്. ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നമ്മൾക്ക് അനുഭവപ്പെടുന്ന ഇത്തരത്തിലുള്ള സഹനങ്ങളിലൂടെ
നിശബ്ദതയിൽ അത് നമ്മൾ സഹിക്കുമ്പോൾ നമ്മുടെ ആത്മാവിൻ്റെ രക്തസാക്ഷിത്വം നടക്കുക ചെയ്യുന്നേ. അങ്ങനെ ഈശോ പറയാ, ഈശോയുടെ രക്തം കൊണ്ട് എല്ലാവരെയും മിനുസപ്പെടുത്തി എൻ്റെ ജീവൻ അവർക്ക് നൽകി, അവരെ ഞാൻ അമ്മയ്ക്ക് നൽകി. ഞാനിത് പറയുമ്പോൾ ഒന്ന് ഓർക്കണേ, പരിശുദ്ധ അമ്മ ആദ്യം പറഞ്ഞു പിതാവിൻ്റെ ഹൃദയത്തിൽ നിന്ന് വചനം കന്യകാമറിയത്തിൻ്റെ ഉദരത്തിൽ പ്രതിഷ്ഠിക്കപ്പെട്ടു. ആ വചനം ഈ ലോകത്തിൽ മനുഷ്യനായി അവതരിച്ചു. ആ അവതരിച്ച വചനത്തെ ലോകം പലതരത്തിൽ ഉപദ്രവിച്ചു. അനേക ഹൃദയങ്ങളെ നിത്യരക്ഷയ്ക്ക് വേണ്ടി രൂപപ്പെടുത്തിയെടുക്കാനുള്ള യേശുവിൻ്റെ പരിശ്രമത്തിൻ്റെ സമയത്തും ലോകം കർത്താവിന് കൊടുത്തത് കയ്യടിയൊന്നുമല്ല. ഒരുപാട് പരിഹാസങ്ങളും നിന്ദനങ്ങളും കുറ്റപ്പെടുത്തലുകളും ഓരോ ദേശത്തു നിന്ന് ഓടിപ്പോകാൻ പോലും പറഞ്ഞു. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ഈശോ സഹിച്ചിട്ടുണ്ട്. അതൊക്കെ ഈശോ സഹിച്ചത് നമ്മുടെ ഹൃദയങ്ങളെ നിത്യരക്ഷയ്ക്ക് വേണ്ടി രൂപപ്പെടുത്താനാണ്. നമ്മുടെ ഹൃദയങ്ങളെ യേശുവിൻ്റെ രക്തം കൊണ്ട് മിനുസപ്പെടുത്തിയെടുത്തു. എന്നിട്ട് പാടുപീഡകൾ സഹിച്ച് ജീവൻ പിതാവിന് സമർപ്പിച്ചിട്ട് ലോകത്തിലുള്ള ദൈവമക്കൾക്ക് ദൈവത്തിൻ്റെ ജീവൻ സമൃദ്ധമായിട്ട് നൽകി. അവരെ ഞാൻ അമ്മയ്ക്ക് നൽകി. കുരിശിൻ ചുവട്ടിൽ വെച്ച് ഈശോ അമ്മയ്ക്ക് നമ്മളെ എല്ലാവരെയും നൽകി. അത് യേശു അമ്മയോട് ഓർമ്മപ്പെടുത്തുകയാണ്. എന്നിട്ടാണോ ഈ അമ്മയെ തള്ളിപ്പറയുന്നത്? അമ്മ മുട്ടത്തോടാണെന്നോ, അമ്മയ്ക്ക് സ്ഥാനമില്ലെന്നോ? യേശു അംഗീകരിക്കുന്ന, ത്രിയേക ദൈവം അംഗീകരിക്കുന്ന വ്യക്തിത്വമാണ് പരിശുദ്ധ അമ്മയുടേത്. ഇത്രയും കഠിനമായ സഹന ജീവിതത്തിലൂടെ രക്ഷയ്ക്ക് വേണ്ടി പരിശ്രമിച്ച യേശുവിൻ്റെ അമ്മയ്ക്ക് യേശു കൊടുത്ത സ്ഥാനത്തെ നിഷേധിക്കാൻ ഹേ മനുഷ്യ, നിനക്ക് എങ്ങനെ സാധിക്കും? നിന്റെ വിശ്വാസം കപടതയാണ്. നിന്റെ വിശ്വാസത്തിന്റെ വ്യതിചലിക്കപ്പെട്ട വീതിയിൽ നിന്ന് തിരിഞ്ഞു നടക്കുക. നിന്നെ നീയായി രൂപപ്പെടുത്തിയ അവിശ്വാസത്തിന്റെ മേഖലയിൽ നിന്നെ രൂപപ്പെടുത്തിയ ആ അവിശ്വാസം ഒക്കെ രൂപപ്പെടുത്തിയെടുത്തിട്ടുള്ള പലരും തിരിച്ചു നടന്നുകൊണ്ടിരിക്കുക. ഒരു വിഭാഗത്തെയും ഞാൻ പേരെടുത്ത് പറയുന്നില്ല. അമ്മയെ നിഷേധിക്കരുത്. ദൈവത്തിന്റെ വചനം മനുഷ്യനായി അവതരിക്കാൻ പിതാവായ ദൈവം കന്യകാമറിയത്തെ തിരഞ്ഞെടുത്തുവെങ്കിൽ, ആ കന്യക യേശുവിൻ്റെ അമ്മയാണെങ്കിൽ, യേശുവിൻ്റെ അമ്മയ്ക്ക് ലോകത്തെ കുരിശിൻ ചുവട്ടിൽ വെച്ച് യേശു ഏൽപ്പിച്ചു കൊടുത്തെങ്കിൽ, ഞാനും നിങ്ങളും മരിച്ചങ്ങ് ചെല്ലുമ്പോൾ യേശു ചോദിക്കുക, എൻ്റെ അമ്മ എവിടെ? നിന്നെ ആത്മീയമായി പോഷിപ്പിച്ച് നിനക്ക് വേണ്ടതെല്ലാം നൽകാൻ ഞാനൊരു അമ്മയെ ഏൽപ്പിച്ചിരുന്നു. അമ്മ എവിടെ? അമ്മയില്ലാതെ നിനക്ക് അവിടെ എത്താൻ സാധിക്കില്ല. അതുകൊണ്ട് ദൈവ പൈതലേ, പരിശുദ്ധ അമ്മയോടുള്ള വണക്കം യേശുവിനോടുള്ള ആരാധനയല്ല, ആരാധനയ്ക്ക് തടസ്സമല്ല. പരിശുദ്ധ അമ്മയെ വണങ്ങുമ്പോൾ നമ്മൾ യേശുവിനെ ആരാധിക്കുകയാണ് ചെയ്യുന്നത്. ഈശോ പറഞ്ഞു, ഞാൻ അവരെ അമ്മയ്ക്ക് നൽകി, പിതാവിൻ്റെ തിരുഹിതം നിറവേറ്റി. എന്നാൽ എൻ്റെ അമ്മയോട് ഈശോ പറയുക, എൻ്റെ അമ്മയുടെ കണ്ണുനീർ വറ്റുന്നില്ലല്ലോ. കരയുന്ന അമ്മയെ നോക്കി പുത്രൻ അമ്മയോട് ചോദിക്കുക, എന്താ അമ്മയുടെ കണ്ണുനീർ വറ്റാത്തത്? എൻ്റെ ജീവിതം കൊണ്ട് സ്വർഗം ആഗ്രഹിക്കുന്നതെല്ലാം ഞാൻ ചെയ്തു, എൻ്റെ ജീവൻ പോലും കൊടുത്തു, എൻ്റെ രക്തം കൊണ്ട് ഹൃദയങ്ങളെ മിനുസപ്പെടുത്തിയെടുത്തു, പാടുപീഡകളെല്ലാം സ്വീകരിച്ചു. അവരെയൊക്കെ അമ്മയ്ക്ക് ഭരമേൽപ്പിച്ചിട്ട് എൻ്റെ ജീവിത ബലി ഞാൻ പൂർത്തിയാക്കി. അമ്മയ്ക്ക് ഭരമേൽപ്പിച്ചപ്പോഴാണ് കർത്താവിൻ്റെ ബലി പൂർത്തിയായത്. യോഹന്നാനെ വിളിച്ച് അമ്മയെ ഏൽപ്പിച്ചപ്പോൾ അതിനുശേഷമാണ് എല്ലാം പൂർത്തിയായെന്ന് ഈശോ പറയുന്നത്. ഇതൊക്കെ ചെയ്തിട്ട് അമ്മയുടെ കണ്ണുനീർ വറ്റുന്നില്ലെന്ന് ദൈവം തന്നെയായ യേശു ക്രിസ്തു കന്യകാമറിയത്തോട് ചോദിക്കുമ്പോൾ നമ്മൾ ഓർക്കണം, ആ കണ്ണുനീരിന് കാരണക്കാർ ഞാനും നിങ്ങളുമാണ്. ഓടയിൽ നിന്ന് മക്കളെ കോരിയെടുത്ത് അമ്മ വിമല ഹൃദയത്തോട് ചേർത്ത് പിടിക്കുന്നു. പാപശരങ്ങളേറ്റ അമ്മയുടെ ഹൃദയം വിണ്ടു കീറിയിരിക്കുന്ന അമ്മയെ ഈശോ കാണുന്നത് ഇങ്ങനെയായിപ്പോ. അമ്മയുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ ഒഴുകിക്കൊണ്ടിരിക്കുന്നു. ഞാനിത് പറയുമ്പോൾ നിങ്ങളൊന്ന് അങ്ങനെയുള്ള ഒരു കന്യകാമറിയത്തെ
യേശുവിൻ്റെ അമ്മയെ, നമ്മുടെ പ്രിയപ്പെട്ട അമ്മ മാതാവിനെ ഒന്ന് കാണാൻ ശ്രമിക്കണേ. കണ്ണുനീരൊഴുക്കിക്കൊണ്ടിരിക്കുന്ന പരിശുദ്ധ കന്യകാമറിയം കുഞ്ഞ് നിന്റെ മുൻപിൽ വന്ന് ഇപ്പോൾ നിൽപ്പുണ്ട്. നീ വീണ് കിടക്കുന്ന നിന്റെ കഷ്ടതയുടെയും പാപത്തിൻ്റെയും ഓടയുണ്ടല്ലോ, ഓട എന്ന് ഉദ്ദേശിക്കുമ്പോൾ ചെളി ഒഴുകിപ്പോകുന്ന ചാലുകള്, കൊച്ചു ഡിച്ചുകള്, ചെളിക്കുഴികള്, അവിടെ നിന്ന് നിന്നെ കോരിയെടുത്തിട്ട് നീ ഏതവസ്ഥയിലായിക്കോട്ടെ, കണ്ണുനീരൊഴുക്കി നിന്നെ നോക്കി നിന്റെ പാപത്തെ കണ്ട് കണ്ണുനീരൊഴുക്കിയിരിക്കുന്ന അമ്മ നിന്നെ നീ ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് കോരിയെടുത്ത് നിർമ്മലതയുള്ള പവിത്രമായ ഹൃദയത്തോട് ചേർത്ത് പിടിക്കുന്നു. പാപത്തിൻ്റെ ശരം നിന്നിൽ നിന്ന് അമ്മയുടെ ഹൃദയത്തിലേക്ക് ഏറ്റിട്ട് അമ്മയുടെ ഹൃദയം വിണ്ടുകീറുന്നു. കർത്താവ് കാണുന്ന അമ്മ മാതാവിനെയാണ് കേട്ടോ ഞാൻ ഈ അവതരിപ്പിക്കുന്നത്, അമ്മ പറഞ്ഞു തന്നിട്ടുള്ളത്. അതാണ് ഇപ്പോൾ കുഞ്ഞെ നീ കാണേണ്ടത്. രക്തക്കണ്ണുനീരൊഴുക്കി മുഖം വികൃതമായിരിക്കുന്നു. ആരെ പ്രതി? എന്നെ പ്രതി, നിന്നെ പ്രതി, ലോകത്തെ പ്രതി. അമ്മ രക്തക്കണ്ണുനീരൊഴുക്കി അമ്മയുടെ മുഖം വികൃതമായിരിക്കുന്നു. എന്നിട്ട് ഈശോ പറയാ, ഈ സ്ഥിതിയിൽ അമ്മയെ കാണാൻ സാധിക്കാതെയായിരിക്കുന്നു. പ്രിയപ്പെട്ട ദൈവ പൈതലേ, ഞാൻ ഈ പറഞ്ഞതുപോലെ, ഈശോ പറഞ്ഞതുപോലെ അമ്മയെ നീ കാണുന്നുണ്ടോ? നിനക്ക് ജന്മം നൽകിയ അമ്മയെ നീ കാണുന്നുണ്ടോ? കുരിശിൻ ചുവട്ടിൽ വെച്ച് നിന്നെ രക്ഷപ്പെടുത്താനായിട്ട് ഹൃദയം തുറന്നെല്ലാം സ്വീകരിച്ച അമ്മയെ നീ കാണുന്നുണ്ടോ? രക്തക്കണ്ണുനീരൊഴുക്കി നിന്റെ പാപാവസ്ഥയെ ഓർത്ത്, ലോകത്തെ ഓർത്ത്, സഭയെ ഓർത്ത് കണ്ണുനീരൊഴുക്കി നിന്റെ മുൻപിൽ നിന്റെ അമ്മ വന്നു നിൽക്ക. ഈശോ പറയുന്നു, ആ അമ്മയുടെ കണ്ണുനീർ കുഞ്ഞെ നിനക്ക് വേണ്ടി കണ്ണുനീരൊഴുക്കി ഒഴുക്കി മുഖം വികൃതമായി. പറ്റാത്തൊരു ചാല് പോലെ അമ്മയുടെ കണ്ണിൽ നിന്ന് ഈ ലോകത്തെ നോക്കി കണ്ണുനീർ വന്നുകൊണ്ടേയിരിക്കുന്നു. എങ്കിലും ആ അമ്മ ആ സങ്കടമൊക്കെ ഉള്ളിൽ ഒതുക്കിയിട്ട് നമ്മളെ കോരിയെടുത്തിരിക്കുക. ഈ അവസ്ഥയിൽ അമ്മയെ കാണാൻ, അമ്മയുടെ മുഖത്ത് നോക്കാൻ ഈശോയ്ക്ക് സങ്കട. എന്നിട്ട് അമ്മയോട് ഈശോ ചോദിക്കുന്നു, എൻ്റെ പിതാവിൻ്റെ കരുണയും ദയയും ഈ ലോകമക്കൾ അളക്കുകയാണോ അമ്മേ? ചലഞ്ച് ചെയ്യാണോ? അമ്മയോട് ഈശോ ചോദിക്കുന്നു, അമ്മേ, ഇത്രയൊക്കെ അമ്മ കരഞ്ഞിട്ട് മക്കൾ പിതാവിൻ്റെ കരുണയെയും ദയയെയും അളക്കുകയാണോ? ആ ചോദ്യം അവിടെ നിലനിൽക്കെ അമ്മ നമ്മളോട് പറയുന്നു, എൻ്റെ പ്രിയ മക്കളെ, ഈ ചോദ്യത്തോട് പ്രത്യുത്തരിക്കാൻ എനിക്ക് നിങ്ങളുടെ സഹായം ലഭിച്ചേ മതിയാകൂ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഓരോ വ്യക്തിയും ഇപ്പോൾ ചിന്തിക്കണേ, എൻ്റെ അമ്മ, പരിശുദ്ധ അമ്മ, യേശുവിൻ്റെ അമ്മ എൻ്റെ മുൻപിൽ വന്നു നിന്നിട്ട് എന്നെ കോരിയെടുത്തിട്ട് കണ്ണുനീരൊഴുക്കുമ്പോൾ യേശു ചോദിക്കുന്നുണ്ട്, ഈ കുഞ്ഞിനെ ഉൾക്കൊള്ളുന്ന ലോകം പിതാവിൻ്റെ കരുണയെയും ദയയെയും അളക്കുകയാണോ? അത് വടക്കും പടിഞ്ഞാറും ഉള്ളത്ര അകലത്തിൽ വിസ്തൃതമാണെന്ന് കരുതിയിട്ട് നാളെ എന്ന് മാറ്റിവെച്ച് ജീവിതത്തിൽ മാനസാന്തരപ്പെടാതെ ജീവിക്കുമ്പോൾ ദൈവത്തിൻ്റെ കരുണയെ ദയയെ അളക്കുകയാണോ? അമ്മയുടെ കണ്ണുനീർ കാണാതെ പോവുകയാണോ? യേശുവിൻ്റെ പീഡാസഹനത്തിന് വില കൽപ്പിക്കാതെ ജീവിക്കുകയാണോ? ഈ ചോദ്യത്തിനൊക്കെ നമ്മുടെ അമ്മയ്ക്ക് ഉത്തരം കൊടുക്കണം ഈശോയോട്. അമ്മ പറയാ, ആ യേശുവിൻ്റെ ചോദ്യത്തിനോട് പ്രത്യുത്തരിക്കണം എനിക്ക്. അതിന് നിന്റെ സഹായം, കുഞ്ഞെ, നിന്റെ സഹായം എനിക്ക് ലഭിച്ചേ മതിയാകൂ. ഈ അമ്മയെ നിങ്ങൾ സഹായിക്കണം പ്ലീസ്. അമ്മ പറയാ, പ്ലീസ് എന്നെ സഹായിക്ക്. നിങ്ങളുടെ ജീവിതം രൂപപ്പെടുത്തിയെടുക്കാൻ ഈ അമ്മയെ അനുവദിക്കുക, അത് മാത്രം മതി. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? നമ്മെ തന്നെ പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് വെച്ചു കൊടുക്കുക. അവിടെ യേശുവിൻ്റെ ചൂടേറ്റ്, യേശുവിൻ്റെ സ്നേഹം സ്വീകരിച്ച് നമുക്ക് വളരാൻ പറ്റും. ആ ഹൃദയത്തിൻ്റെ തുടിപ്പുകൾ നമുക്ക് കേൾക്കാൻ പറ്റും. അങ്ങനെ ദൈവസ്നേഹത്തിൽ നമ്മൾ നിറയും. ദൈവസ്നേഹത്തിൽ നിറഞ്ഞ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ ഹൃദയത്തിൻ്റെ തുടിപ്പിന് പോലും ദൈവസ്തുതിയുടെ താളമുണ്ടായിരിക്കുമെന്നാണ് പരിശുദ്ധ അമ്മ പഠിപ്പിച്ചു തന്നിരിക്കുന്നത്. അതുകൊണ്ട് ഓർക്കുക,
നീ ദൈവസ്നേഹത്തിൽ നിറഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്റെ ഈ ഹൃദയം ഉണ്ടല്ലോ, ഈ ഹൃദയത്തിൻ്റെ തുടിപ്പിന് ദൈവസ്തുതിയുടെ താളമുണ്ടായിരിക്കും. എല്ലാ കാര്യങ്ങളും ദൈവിക നന്മയെ പ്രതി ദൈവത്തെ സ്തുതിച്ചുകൊണ്ട്, ദൈവമേ നന്ദി. കണ്ണീരാണോ? ദൈവമേ നന്ദി. കഷ്ടമാണോ? ദൈവമേ നന്ദി. രോഗമാണോ? ദൈവമേ നന്ദി. സന്തോഷമാണോ? ദൈവമേ നന്ദി. പ്രാർത്ഥിക്കാൻ ഒരു സമയം കിട്ടിയോ? ദൈവമേ നന്ദി. മറ്റുള്ളവരൊന്ന് കുറ്റപ്പെടുത്തിയോ? ദൈവമേ നന്ദി. എല്ലാത്തിനും നീ ജീവിക്കുന്നുണ്ടെങ്കിൽ നിന്റെ ഹൃദയം തുടിച്ചുകൊണ്ടിരിക്കും. ആ ഹൃദയത്തിന് ദൈവസ്തുതിയുടെ താളമുണ്ടായിരിക്കും. എപ്പോഴും ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കുക. എല്ലാ കാര്യങ്ങളിലും നന്ദി പ്രകാശിപ്പിക്കുക. അപ്പസ്തോലന്മാരിലൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ പഠിപ്പിച്ചത് അതല്ലേ? എന്നിട്ട് അമ്മ പറയാ, നിന്റെ ജീവിതം രൂപപ്പെടുത്തിയെടുക്കുക. എങ്ങനെയൊക്കെ രൂപപ്പെടുത്തിയെടുക്കാൻ? അമ്മയെ അനുവദിക്കൂ. നിരന്തരമായ പ്രാർത്ഥന, നിരന്തരമായ സ്തുതി, നിരന്തരമായ പ്രാർത്ഥനയാണ്. പ്രായശ്ചിത്ത പ്രവൃത്തികളിൽ തീക്ഷ്ണത. ഒന്ന് മുട്ടുകുത്തി പ്രാർത്ഥിക്കാൻ, ഇഷ്ടമുള്ളതൊന്ന് ഉപേക്ഷിക്കാൻ, ഇഷ്ടമുള്ള സമയം ഒരു വ്യക്തിയുടെ കൂടെ ഇരുന്ന് അല്പം ആശ്വാസം കിട്ടും എന്ന് ചിന്തിക്കുമ്പോൾ ആ ദൈവത്തോട് കൂടെയായിരുന്നു, ഏറ്റവും ഇഷ്ടമുള്ള ഈശോയുടെ കൂടെയായിരിക്കാനുള്ള തീക്ഷ്ണത. ഒരാൾക്കെതിരെ കുറ്റം പറയണമെന്ന് തോന്നുമ്പോൾ, കുറ്റം ഉണ്ടെങ്കിൽ പോലും ആരെയും വിധിക്കാൻ നമ്മൾ ആരുമല്ലോ, മൗനമായിരിക്കുക. അതൊക്കെ വലിയ പ്രായശ്ചിത്ത പ്രവൃത്തിയാ. ഇത്രയും നാളും നടന്ന വഴികളല്ല, എത്തേണ്ട ഇടത്തെക്കുറിച്ചുള്ള ദൈവീകമായ നേരിൻ്റെ കാഴ്ചപ്പാടുകളാണ് നമ്മളെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തരായി ജീവിപ്പിക്കേണ്ടത്. നീ ഇതുവരെ നടന്നു വന്ന വഴികളല്ല, നീ എത്തേണ്ട ഒരു ഇടമുണ്ട്. ആ ഇടം സ്വർഗമാണ്. നീ ഇപ്പോൾ തന്നെ നടന്നെടുക്കേണ്ട ഒരിടമുണ്ട്. അത് യേശുവിലേക്കുള്ള വഴിയാണ്. ആ വഴിയിലേക്കുള്ള നേരിൻ്റെയും നെറിവിൻ്റെയും ചുവടുവെപ്പുകൾ, അതിനെക്കുറിച്ചുള്ള തിരിച്ചറിവാണ് നിന്നെ ഒരു ക്രിസ്ത്യാനിയാക്കി മാറ്റേണ്ടത്. സമൂഹത്തിൻ്റെ കൂടെ നടക്കുമ്പോഴും വേറിട്ടൊരു ജീവിതത്തിൻ്റെ കാൽപ്പാടുകൾ ഈ ഭൂമിയിൽ അവശേഷിപ്പിച്ചിട്ട് വേണം എനിക്ക് നിങ്ങൾക്കും പോകാനായിട്ട്. നമ്മളെ ഓർക്കുമ്പോൾ, നമ്മൾ നടന്ന വഴികളെ ഓർക്കുമ്പോൾ, നമ്മൾ സംസാരിച്ച രീതികളെ ഓർക്കുമ്പോൾ, നമ്മൾ പറഞ്ഞ വാക്കുകളെ ഓർക്കുമ്പോൾ, ഈ വരും തലമുറയ്ക്ക്, ഇന്നത്തെ ലോകത്തിന് ശേഷിപ്പിച്ചു കൊടുക്കേണ്ടത് നേരിൻ്റെയും ദയയുടെയും കരുണയുടെയും സ്വർഗത്തിൻ്റെയും നിത്യരക്ഷയുടെയും വഴികളെക്കുറിച്ചുള്ള ഓർമ്മയായി ആകണം. അങ്ങനെ ജീവിക്കുന്നവരെ ഓർത്ത് നന്ദി പറയുക, അങ്ങനെ ജീവിക്കാനായിട്ട് ശ്രമിക്കുക. പ്രായശ്ചിത്ത പ്രവൃത്തികളിൽ തീക്ഷ്ണത, പക്വതയോടും വിശുദ്ധിയോടും കൂടിയുള്ള കൂദാശ ജീവിതം, പക്വതയോടുകൂടിയുള്ള കൂദാശ ജീവിതം, പക്വമതികളായിട്ട്. അങ്ങനെ പറയുമ്പോൾ എന്താ? ദിവസവും കുർബാനയ്ക്ക് പോകുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, കൂദാശയൊക്കെ സ്വീകരിക്കുന്നുണ്ട്. അങ്ങനെ ഒരു അനുവർത്തനങ്ങൾ അനുഷ്ഠാനങ്ങളായിട്ട് പോകാതെ പക്വമതികൾ. പക്വതയില്ലാത്തവരെന്നൊക്കെ ചിലരെ നോക്കി നമ്മൾ പറയില്ലേ, ഒന്നിനോടും വലിയ സീരിയസ്നെസ് ഇല്ല, ഒന്നിനോടും. എന്നാൽ പരിശുദ്ധ അമ്മ പറയുന്നു, പക്വമതിയായിട്ട്, വിശുദ്ധിയിൽ പോലും പക്വത പാലിച്ചുകൊണ്ട്. അതെങ്ങനെയാ വിശുദ്ധിയിൽ പക്വത പാലിക്കുന്നേ? നമുക്ക് ഒത്തിരി ഇഷ്ടമുള്ള ഒരു വ്യക്തി പാപത്തിന് നമ്മളെ നിർബന്ധിക്കുമ്പോൾ, ആ ചെയ്യുന്ന പ്രവൃത്തി പാപമാണെന്ന് നമുക്കറിയാം. ആ വ്യക്തിയോടുള്ള സ്നേഹത്തെ പ്രതി പാപത്തിൻ്റെ മുൻപിൽ ശിരസ് നമിക്കാതെ, ആ പാപത്തെ സാഹചര്യത്തോടെ ആ വ്യക്തിയെ തന്നെ അകറ്റേണ്ടി വന്നാലും അതിനെ അകറ്റിക്കൊണ്ട് ജീവിക്കുന്നതാണ് വിശുദ്ധി. പക്വതയോടെയുള്ള വിശുദ്ധി. പ്രിയപ്പെട്ടവരെ, എന്നെ ശ്രവിക്കുന്ന നിങ്ങളും ഞാനും ഒക്കെ ഒരുപക്ഷെ അങ്ങനെ വിശുദ്ധിയിൽ പക്വത പ്രാപിക്കാതെ ജീവിച്ചു പോയിട്ടുണ്ടാകാം. ഉണ്ടെങ്കിൽ മാപ്പ് ചോദിച്ചിട്ട് നമുക്ക് ലഭിച്ചിട്ടുള്ള ഇപ്പോഴത്തെ ഈ ആർജവത്വം ഉണ്ടല്ലോ, ആർജവത്വത്തിൽ നിന്ന് ദൈവസന്നിധിയിൽ മാപ്പ് ചോദിച്ചുകൊണ്ട് പ്രായശ്ചിത്തങ്ങൾ ചെയ്തുകൊണ്ട് ജീവിക്കുക. നമ്മൾക്ക് എല്ലാവർക്കും വിശുദ്ധരാകാനായിട്ട് പറ്റും, ഉറപ്പാണ്. ആ പരിശുദ്ധ അമ്മ അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈശോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സാധിക്കും, ഉറപ്പാണ്. വീണെടുത്ത് കിടക്കാതെ എഴുന്നേൽക്കാം, നമുക്ക് എഴുന്നേറ്റ് ജീവിക്കാം. പക്വതയോടുകൂടിയുള്ള കൂദാശ ജീവിതം, വചനത്താൽ നയിക്കപ്പെടുന്ന ജീവിതം, ഇവ നിങ്ങൾ സ്വീകരിക്കൂ. അഹങ്കാരം വെടിയുക, എളിമയിൽ വളരുക, ദുരിതത്തിൽ നിന്ന് നിങ്ങൾക്ക് മോചനം ലഭിക്കും. ഇങ്ങനെയൊക്കെ ചെയ്താൽ പല ദുരിതങ്ങളും നമ്മളെ വിട്ട് അകന്നു ഓടിപ്പോകും. ഞാൻ ഗൗരവമായി പറയുന്നു, ഈ തലമുറ അടയാളങ്ങൾ ഗ്രഹിക്കുന്നതിൽ മന്ദഗതിക്കാരും
വിശ്വാസത്തിൽ ഉറപ്പില്ലാത്തവരുമാണ്. വിശ്വാസരാഹിത്യം പിടികൂടി അത് നിങ്ങളുടെ നാശത്തിന് കാരണമാകുന്നു. അമ്മ പറയാണ്, പല അടയാളങ്ങളും നമുക്ക് ലഭിച്ചിട്ടുണ്ട്, പല അടയാളങ്ങളും. അതൊന്നും ഗ്രഹിക്കാൻ നമുക്ക് സാധിച്ചിട്ടില്ല. കണ്ടു, കേട്ടു, അങ്ങനെ അങ്ങ് പോയി. വിശ്വാസം ഉറപ്പിക്കാൻ അടയാളങ്ങൾ നമ്മളെ സഹായിച്ചിട്ടില്ലെങ്കിൽ, നമ്മൾ അതിന് സന്നദ്ധരായിട്ടില്ലെങ്കിൽ, വിശ്വാസരാഹിത്യം പിടികൂടി അത് നിങ്ങളുടെ നാശത്തിന് കാരണമാകും. കൺഫ്യൂഷൻ, വിശ്വാസത്തിൻ്റെ മേഖലയിൽ പോലും കൺഫ്യൂഷൻ. കാരണം എന്താ? ഉറപ്പിക്കപ്പെടുന്ന വിശ്വാസമില്ല. മാനുഷികമായ ഉറപ്പും പ്രോത്സാഹനവും ആരിൽ നിന്നും പ്രതീക്ഷിക്കരുത്. ലോകസമ്പത്തിൽ ഉടക്കിക്കിടക്കുന്ന ഹൃദയത്തിൻ്റെ ഉടമകളെ, ഇത് തിരിച്ചറിവിൻ്റെ കാലഘട്ടമാണെന്നറിയുക. പരസഹായത്തിലൂടെ സ്വർഗത്തിലേക്കുള്ള വഴി തെളിക്കൂ. അഹങ്കാരം കൊണ്ട് മനസ്സിനെ ഇരുട്ടറയിലേക്കും താഴ്ത്തപ്പെടാൻ തയ്യാറാകാതെ ഹൃദയത്തെ കാഠിന്യത്തിൻ്റെ അഗാധതയിലേക്കും താഴ്ത്തുന്ന മക്കളെ, സാത്താൻ്റെ കരങ്ങൾക്ക് നിങ്ങൾ ശക്തി പകരുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് എളിമപ്പെടുക, സാത്താൻ്റെ കരം താഴ്ന്നുകൊണ്ടിരിക്കും. ന്യായവിധിക്ക് അണയേണ്ടവരാണ് നിങ്ങൾ എന്ന് മനസ്സിലാക്കുക. അവിടെ സത്യം വിജയിക്കുക തന്നെ ചെയ്യും. സത്യം വിജയിക്കണമെങ്കിൽ എളിമപ്പെട്ട് ദൈവ തിരുമനസ്സിനോട് അനുരൂപപ്പെട്ട് നമ്മൾ ജീവിക്കണം. അതിനായിട്ട് നമുക്ക് ശ്രമിക്കാം. എളിമയുള്ളിടത്തെ, അതായത് താണനിലത്തെ നീരോടൂ എന്ന് പഴഞ്ചൊല്ല് നമ്മൾ കേട്ടിട്ടില്ലേ? എളിമപ്പെടുക. എളിമ പരിപൂർണതയുടെ അടിസ്ഥാന ശിലയാണെന്ന് വരും സന്ദേശങ്ങളിൽ അമ്മ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ക്രിസ്തു എളിമയുടെ പര്യായമായിരുന്നു. ആവേ മരിയ, ഹല്ലേലൂയ, പ്രൈസ് ദ ലോർഡ്. സന്ദേശങ്ങൾ മാനവരോടായി കേഴുന്നു. പാപവഴികൾ ഉപേക്ഷിപ്പിൻ, പാപിക്കായി പ്രാർത്ഥിപ്പിൻ. മാതാവിൻ സന്ദേശങ്ങൾ മാനവരോടായി കേഴുന്നു. പാപവഴികൾ ഉപേക്ഷിപ്പിൻ, പാപിക്കായി പ്രാർത്ഥിപ്പിൻ. സൈന്യങ്ങൾ തൻ കർത്താവേ ആരാധിക്കും നിന്നാമം. 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 അബ്രഹാമിൻ ദൈവമേ, ഇസഹാക്കിൻ ദൈവമേ, യാക്കോബിൻ ദൈവമേ, ഞങ്ങൾക്കേക കർത്താവേ. അബ്രഹാമിൻ ദൈവമേ, ഇസഹാക്കിൻ ദൈവമേ, യാക്കോബിൻ ദൈവമേ, ഞങ്ങൾക്കേക കർത്താവേ. സന്തോഷത്തോടെ കർത്താവേ ഒന്ന് ചേർന്ന് കരങ്ങളടിച്ച് സന്തോഷത്തോടെ ഈശോ നമ്മുടെ മുമ്പിൽ ആയിരിക്കുന്ന സമയം, ദിവ്യകാരുണ്യത്തിലൂടെ ഈശോ നമ്മുടെ മുമ്പിൽ ആയിരിക്കുന്ന സമയം, നമ്മുടെ കുടുംബത്തിലേക്ക്, സമൂഹത്തിലേക്ക് ഈശോ കടന്നുവരുന്ന സമയമാണ്. ഉത്സാഹത്തോടെ ആഗ്രഹിച്ച് കരങ്ങളടിച്ച് സകലവിശുദ്ധരോട് ചേർന്ന് സകലമാലാഖമാർ ചേർന്ന് നമുക്ക് ദൈവത്തെ ആരാധിക്കാം. ഈശ്വരാധന ആരാധന ആരാധന. ആരാധിക്കും നിന്നാമം. അബ്രഹാമിൻ ദൈവമേ ആരാധിക്കും നിന്നാമം. ഇസഹാക്കിൻ ദൈവമേ ആരാധിക്കും നിന്നാമം. ഇസഹാക്കിൻ ദൈവമേ ആരാധിക്കും നിന്നാമം. സന്തോഷത്തോടെ ദൈവമേ ആരാധിക്കും നിന്നാമം. യാക്കോബിൻ ദൈവമേ ആരാധിക്കും നിന്നാമം. സൈന്യങ്ങൾ തൻ കർത്താവേ ആരാധിക്കും നിന്നാമം. സൈന്യങ്ങൾ തൻ കർത്താവേ ആരാധിക്കും. ശക്തിയോടെ ആരാധന, കരങ്ങൾ വീശി സന്തോഷത്തോടെ ആരാധന. ഈശ്വര മുമ്പിൽ ആയിരിക്കുന്ന സമയം കരങ്ങൾ വീശി ഈശോ ഞങ്ങൾ ആരാധിക്കുന്നു, ഈശോയെ ഞങ്ങൾ സ്തുതിക്കുന്നു ഏറ്റു പറഞ്ഞ് ഈശ്വരാധന ആരാധന 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 ഈശോ ആരാധന 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 ഈശോയെ ആരാധന. ശക്തിയോടെ ആരാധിക്കട്ടെ. എല്ലാ
ദൈവജനങ്ങൾ ആരാധിക്കട്ടെ. എല്ലാ ശക്തിയുടെ ഉറവിടമായ ദൈവം. അതിർത്തുറന്ന ശക്തിയോടെ യേശു ഞങ്ങൾ ആരാധിക്കുന്നു, ഞങ്ങൾ ഏറ്റുപറയുന്നു, ശക്തനായ ദൈവമേ. സ്തുതിയുടെ ശക്തിയോടെ രോഗികളായ ദാപത്തോടെ പ്രാർത്ഥിക്കട്ടെ. എല്ലാ നിയോഗങ്ങളെ സമർപ്പിച്ച് ഈ സമയം, ഈശ്വരനെ തൊട്ടുന്ന സമയം, ഈശ്വരന്റെ കുടുംബത്തിലെ ഇറങ്ങി വരുന്ന സമയം സ്തുതിക്കുന്നു. ദാഹത്തോടെ രണ്ട് കരങ്ങൾ സുഖത്തോളം ഉയർത്തി സ്തുതിക്കട്ടെ. എല്ലാ ദൈവജനങ്ങളെ സ്തുതിക്കട്ടെ. കർത്താവേ, എല്ലാ ദൈവജനങ്ങളെ സമർപ്പിക്കുന്നു. ഈ സമയം ആരാധനയിൽ പങ്കെടുക്കുന്ന എല്ലാ ദൈവജനങ്ങളെ സമർപ്പിക്കുന്നു. ശക്തിയോടെ സ്തുതിക്കുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ, അടയാളങ്ങൾ സംഭവിക്കട്ടെ. യേശുനാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കണ്ണുനീര് പ്രാർത്ഥിക്കുന്ന ക്രിസ്റ്റീന, ഉദര സംബന്ധമായ രോഗമുള്ള ക്രിസ്റ്റീന എന്ന സഹോദരീശോ സൗഖ്യപ്പെടുത്തി അനുഗ്രഹിക്കുന്നു. അൽപ്പനീശോ സൗഖ്യപ്പെടുത്തി അനുഗ്രഹിക്കുന്നു. റോസമ്മ എന്ന അമ്മയ്ക്ക് ഈശോ പ്രാർത്ഥിക്കുവാൻ കൃപ നൽകി അനുഗ്രഹിക്കുന്നു. 7 വർഷമായി കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന ദമ്പതികൾ ഈശോ പുതിയ കുഞ്ഞു നൽകി അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നു. സോജൻ ജോലിക്ക് വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന സോജൻ നമുക്ക് ഈശോ പുതിയ ജോലി നൽകി അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, കണ്ണു തുറന്ന് കാണുക, ദിവ്യകാരുണ്യത്തിലേക്ക് നോക്ക്. എല്ലാ കണ്ണുകളും പ്രിയരെ ഈശ്വരിലേക്ക് പതിക്കട്ടെ. പ്രിയരെ, നമ്മൾ ആഴത്തിൽ ചിന്തിക്കണം. എന്തിനാണ് നമ്മുടെ ക്രിസ്തു, നമ്മുടെ ദൈവം 3 ഇരുമ്പാണിയില് ഒരു കുന്നിൻ മുകളില് പിടഞ്ഞു മരിച്ചത്? പ്രിയരെ, അത് അപ്പമാകാൻ വേണ്ടിയാണ്. ലോകാവസാനം വരെ മനുഷ്യകുലത്തിന്റെ കൂടെ ആയിരിക്കുവാൻ, നമ്മുടെ ശരീരത്തിന് ഭാഗമായി മാറാൻ വേണ്ടിയാണ് പ്രിയരെ അവൻ പരിശുദ്ധ കുർബാനയായി മാറിയത്. പ്രിയരെ, ഈ ക്രിസ്തുവിനെയാണ് നമ്മൾ സ്വീകരിക്കുന്നത്. ഈ രക്ഷകനെയാണ് നമ്മൾ സ്വീകരിക്കുന്നത്. പ്രിയരെ, വളരെ വ്യക്തമായി മിക്ക പ്രവാചകൻ പറഞ്ഞു വെച്ചില്ലേ, ഏറ്റവും വലിയ ഭക്തി എന്ന് പറയുന്നത്, ഏറ്റവും വലിയ ആരാധന എന്ന് പറയുന്നത് നീതി പ്രവർത്തിക്കുക, കരുണ കാണിക്കുക. ഇതാണ് ഏറ്റവും വലിയ യഥാർത്ഥമായ ആരാധന. എന്റെ പ്രിയരെ, പരിശുദ്ധ അമ്മ ദൈവത്തോട് യെസ് പറഞ്ഞ വ്യക്തിയാണ്. എന്തിനാണ് പരിശുദ്ധ അമ്മ പ്രിയരെ സഹനങ്ങളേറ്റെടുത്തത്? മനുഷ്യകുലത്തിന്റെ രക്ഷകനായ ക്രിസ്തുവിന് ജന്മം കൊടുക്കാൻ വേണ്ടിയാണ്. അവൾ ദൈവത്തോട് ചേർന്നിരുന്ന് ദൈവത്തിന്റെ ഹിതം എന്നെ നിറവേറട്ടെ എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചവളാണ് പരിശുദ്ധ അമ്മ പ്രിയരെ. ദൈവത്തിന്റെ ഹിതത്തോട് പൂർണ്ണമായി ചേർത്ത് വെച്ചു, സഹനങ്ങൾ ഏറ്റെടുത്തു. അവളിലൂടെ ദൈവ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു. പ്രിയരെ, വിശുദ്ധ യോസേപ്പ് പിതാവ് വിവാഹത്തിന് മുൻപേ ഒരു സ്ത്രീ ഗർഭിണിയായ കല്ലെറിയപ്പെടണമെന്നാണ് നിയമം. പ്രിയരെ, യോസേപ്പ് പിതാവ് ഒരു ചെവിട്ടോർമ്മയാണ്. യോസേപ്പ് പിതാവ് എടുത്ത വലിയൊരു തീരുമാനമുണ്ട്. എന്റെ പ്രവൃത്തി മൂലം ഒരാളുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീര് ഞാൻ വീഴ്ത്തില്ല എന്നുള്ള ഉറച്ച തീരുമാനം പ്രിയരെ യോസേപ്പ് പിതാവ് എടുത്തു. ദൈവഹിതത്തോട് അവൻ ചേർത്ത് വെക്കുകയാണ്. സഹനങ്ങൾ ഏറ്റെടുത്തു. എന്തിനു വേണ്ടി? മനുഷ്യകുലത്തിനു വേണ്ടി. ദൈവത്തിന്റെ ഹിതം ജീവിത പ്രാവർത്തികമാക്കാൻ അവൻ ഇറങ്ങിത്തിരിച്ചു. പ്രിയരെ, ഈ ആരാധന വേളയിൽ നമ്മൾ തിരിച്ചറിയണം എന്താണ് യഥാർത്ഥമായ ആരാധന, എന്താണ് യഥാർത്ഥമായ ഭക്തി. പ്രിയരെ,
ഈ 3 വ്യക്തികളും ദൈവത്തിന്റെ ഹിതം തിരിച്ചറിഞ്ഞവരാണ്, നീതി പ്രവർത്തിച്ചവരാണ്, കരുണ കാണിച്ചവനാണ്. ആരെല്ലാം ക്രിസ്തുവിന് അടുത്ത് വന്നോ അവനെ എല്ലാം ഈശോ സൗഖ്യപ്പെടുത്തി പറഞ്ഞു. അവരോട് കരുണ തോന്നി. പ്രിയരെ, ആ ദൈവത്തിന്റെ മക്കളല്ലേ നമ്മൾ? ആ ദൈവത്തിന്റെ മക്കളല്ലേ പ്രിയരെ? ആ ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നവനല്ലേ നമ്മൾ? നമുക്ക് വേണ്ടത് ഇവനെയല്ലേ, ഈശോയല്ലേ വേണ്ടത്? പൗലോസിനെ വിളിച്ചു പറഞ്ഞില്ല പ്രിയരെ, who can separate me from the love of Jesus? ദൈവസ്നേഹിക്കുന്ന ആർക്കെന്നെ വേർതിരിക്കാൻ സാധിക്കും? പ്രിയരെ, ഈശോയ്ക്ക് വേണ്ടി, ദൈവത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ചവനാണ് പൗലോസ്ലീഹ. എങ്കിലും മനസ്സിൽ കുറിക്കണം പ്രിയരെ, ഞാൻ ജീവിക്കുന്നെങ്കിൽ ക്രിസ്തുവിന് വേണ്ടി, ഞാൻ മരിക്കുന്നുവെങ്കിൽ അത് ക്രിസ്തുവിന് വേണ്ടി. ആ തീരുമാനം പ്രിയരെ എന്റെ ജീവിതത്തിൽ നിന്റെ ജീവിതം ഉണ്ടെങ്കിൽ അത്ഭുതം ഈശോ പ്രവർത്തിക്കും. ഒത്തിരിയേറെ ജനങ്ങള് ഇവനിലേക്ക് തിരിയും. പ്രത്യേകമായി കപടഭക്തിയിൽ ജീവിക്കുന്നവര്, ആത്മാക്കളെ തിരിച്ചു വരണം, തിരിച്ചറിയണം എന്താണ് ദൈവത്തിന്റെ ഹിതം, എന്താണ് വചനം, അത് തിരിച്ചറിയണം പ്രിയരെ. അതിനുവേണ്ടി നമ്മുടെ സഹനങ്ങള് അവർക്ക് വേണ്ടി കാഴ്ചവെക്കണം. നമ്മുടെ മുറിവുകള് തിരുമുറിവുകളായി മാറണം പ്രിയരെ. അതിലൂടെ എല്ലാ ആത്മാക്കള് ഇവനിലേക്ക് തിരിച്ചു വരും. എല്ലാ ദൈവത്തിന് ജനങ്ങള് ഇവനിലേക്ക് തിരിച്ചു വരും. ഇവൻ ആരാധിക്കുന്ന ദിവസം വരും പ്രിയരെ. അതാണ് നമുക്ക് വേണ്ടത്. ക്രിസ്തുവിനെ അറിയണം, ക്രിസ്തുവിനെ കാണിച്ചു കൊടുക്കണം. എങ്ങനെ? എൻ്റെ പ്രവൃത്തിയിലൂടെ. മിക്ക പ്രവാചകൻ പറഞ്ഞതുപോലെ നീതി പ്രവർത്തിക്കണം, കരുണ കാണിക്കണം. എങ്കിൽ മാത്രമാണ് പ്രിയരെ ദൈവത്തിന്റെ യഥാർത്ഥ ശിഷ്യന്മാരായി മാറുകയുള്ളൂ. അച്ഛൻ പറഞ്ഞതുപോലെ ജീവിച്ചിരിക്കുന്നുവെങ്കിൽ ആ ദൈവ കൃപയാലാണ്. പൗലോസിനെ പറഞ്ഞില്ലേ, ഞാൻ എന്തായിരിക്കുന്നോ ആ ദൈവത്തിന്റെ കൃപയാലാണ്. ദൈവത്തിന്റെ കൃപയാണ് എന്നിലെ. ആ വിളിച്ചു പറഞ്ഞവനാ പ്രിയരെ പൗലോസ്ലീഹ. എങ്കിൽ പ്രിയരെ നമുക്ക് പറയാൻ സാധിക്കണം, എന്ത് രോഗം വന്നാലും, എന്ത് പ്രയാസം വന്നാലും, കഷ്ടതകൾ അനുഭവിച്ചാലും, ഞാൻ ദൈവത്തിൽ നിന്ന്, എൻ്റെ ഉടയവനിൽ നിന്ന് ഞാൻ പിൻവാങ്ങില്ല. എൻ്റെ വേദനകള്, എൻ്റെ മുറിവുകള് ഞാൻ ഈശോട് ചേർത്ത് വയ്ക്കും. ഈശോന്റെ കൂടെയുണ്ട് പ്രിയരെ. ആ ബലമാണ് നമുക്ക് വേണ്ടത്. യേശുയുടെ പുസ്തകത്തില് 40-ാം അധ്യായം 8-ാം വാക്യപ്രകാരം പറഞ്ഞു വയ്ക്കുകയാണ്, എൻ്റെ ദാസനായ ഇസ്രായേലേ, ഞാൻ തെരഞ്ഞെടുത്ത യാക്കോബേ, എൻ്റെ സ്നേഹിതനായ അബ്രാഹത്തിന്റെ സന്തതി, നീ എൻ്റെ ദാസനാണ്. ഞാൻ നിന്നെ തിരഞ്ഞെടുത്തു, ഇനി ഒരിക്കലും നിന്നെ ഞാൻ ഉപേക്ഷിക്കുകയില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എൻ്റെ പ്രിയരെ, ദൈവം നമ്മെ വിളിക്കുകയാണ്, നീ അബ്രാഹത്തിന്റെ സന്തതിയാണ്, നീ എൻ്റെ ദാസനാണ്, നീ എൻ്റെ ദാസിയാണ്, ഒരിക്കലും ഞാൻ നിന്നെ ഉപേക്ഷിക്കില്ല. പ്രിയരെ, ഇത് ഇവന്റെ ഉറപ്പാണ്, ഉറപ്പിക്കുകയാണ് ഈശോ, ഞാൻ നിന്നെ ഉപേക്ഷിക്കില്ല. നിന്റെ എല്ലാ ജീവിത സാഹചര്യങ്ങളിലും ഞാൻ നിന്റെ കൂടെ ഉണ്ടായിരിക്കും. പ്രിയരെ, നമുക്ക് വേണ്ടത് ഹൃദയ വിശുദ്ധിയാണ്. നമുക്ക് വേണ്ട ഹൃദയ വിശുദ്ധിയാണ്, ബാഹ്യമായ വിശുദ്ധിയല്ല. ബാഹ്യമായ വിശുദ്ധിയിൽ ശ്രദ്ധ പതിപ്പിച്ച് ജീവിച്ചാൽ അവൻ പറയുന്നത് അവർക്ക് ദുരിതമെന്നാണ്. ദുരിതം, കേഴ്സ്, അതല്ല നമുക്ക് വേണ്ടത്. മറിച്ച് ഹൃദയത്തിലെ വിശുദ്ധി, ആന്തരികമായ ഒരു വിശുദ്ധിയാണ്. അതിനുവേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണ്ടേ. വിശുദ്ധി നിറഞ്ഞവർക്ക് പ്രിയരെ നന്മ ചെയ്യാൻ സാധിക്കുള്ളൂ. എൻ്റെ സഹോദരിക്ക് വേണ്ടി ജീവിക്കാൻ സാധിക്കണമെങ്കിൽ വിശുദ്ധി നിറയണം. പ്രിയരെ, നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. ഈ ആരാധനാ വേളയിൽ എല്ലാ ദൈവജനത്തിനും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം.
പരിശുദ്ധാത്മ നിറയപ്പെടാനായി, ആത്മാവെന്ന എല്ലാ ദൈവചന്ദ്രക്ക് ഇറങ്ങാനായിട്ട് സ്ലീഹന്മാര് പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ടതുപോലെ നിറയണം. പൗലോസ് സ്ലീഹ പരിശുദ്ധാത്മ നിറയപ്പെട്ടതുപോലെ എല്ലാവരും നിറയണം. ഒറ്റക്കെട്ടായി നിന്ന് ദൈവമാണ് എല്ലാത്തിന്റെ ശക്തിയുടെ ഉറവിടം എന്ന് തിരിച്ചറിഞ്ഞ് ആ ഉറവിടത്തിൽ ജീവിക്കാൻ, മരിക്കാൻ. ഏത് കൊറോണ വൈറസ് കടന്നു വന്നാലും പ്രിയരെ, ദൈവത്തെ തള്ളിപ്പറയരുത്, പരിശുദ്ധ അമ്മയെ തള്ളിപ്പറയരുത്, മറിച്ച് ചേർത്ത് പിടിക്കണം. ഉടുതുണിക്ക് മറുതുണി ഇല്ലാത്തവനാണ് നമ്മുടെ ദൈവമെങ്കില് അവനെ ചേർത്ത് വെച്ച്, ഈശോയെ ഞാൻ ദൈവജനത്തിന് വേണ്ടി ജീവിക്കും, വേണ്ടി വന്ന് മരിക്കും എന്ന് ഉറച്ച ബോധ്യ വിശ്വാസം ഉണ്ട് പ്രിയരെ, ഇവൻ കൂടെ നിൽക്കും. അങ്ങനെ ജീവിക്കുന്നവനെ നോക്കിയാണ് പ്രിയരെ ഈശോ പറയുന്നത്, നീ അബ്രാഹത്തിന്റെ സന്തതിയാണ്, ഞാൻ നിന്നെ തെരഞ്ഞെടുത്തു, ഞാൻ നിന്നെ ഉപേക്ഷിക്കുകയില്ല. Praise the Lord. Hallelujah. പ്രിയരെ, ഈ കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. രണ്ട് കരങ്ങൾ സ്വർഗ്ഗത്തോളം ഉയർത്തി അതിനെ തുറന്ന് എല്ലാ മക്കളും സ്തുതിച്ച് പ്രാർത്ഥിച്ച് ശുവേ ഹല്ലേലൂയ 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 ശുവേ സ്തുതിക്കുന്നു 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 ശക്തിയോടെ ശുവേ ഹല്ലേലൂയ 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 പരിശുദ്ധാത്മാവിൻ അഭിഷേകം ശുവേ ഹല്ലേലൂയ 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 ശുവേ സ്തുതിക്കുന്നു ഒറ്റ വിളി യേശുവേ ശുവേ ഹല്ലേലൂയ 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 കരങ്ങടിച്ചു ശക്തിയോടെ കരങ്ങടിച്ചു അമേൻ. പോരാ, എഴുന്നേറ്റ് നിന്ന് കരങ്ങടിച്ച് പാട്, കണ്ണടച്ച് പിടിച്ച് ഇടത്തോട് വലത്തോട്ട് വീശടിച്ച് പൂർണ്ണമായി സമർപ്പിച്ച് അമേൻ. ഉന്നത ശക്തി വരുന്നു, ദൈവപിതാവിൻ ശക്തി. ഉന്നത ശക്തി വരുന്നു, ദൈവപിതാവിൻ ശക്തി. എന്തൊരു ശക്തി, അത്ഭുത ശക്തി, പരിശുദ്ധാത്മശക്തി. എന്തൊരു ശക്തി, അത്ഭുത ശക്തി, പരിശുദ്ധാത്മശക്തി. ഉന്നത ശക്തി വരുന്നു, ദൈവപിതാവിൻ ശക്തി. ഉന്നത ശക്തി വരുന്നു, ദൈവപിതാവിൻ ശക്തി. ഒരു ശക്തി, അത്ഭുത ശക്തി, അൽഫോൻസോ എന്ന സഹോദരിക്ക് കൃപ നൽകി അനുഗ്രഹിക്കുന്നു. സോബിനെ നീച്ച് കാണിക്കുന്നു. ജെറീന എന്ന് പേര് കാണിക്കുന്നു. കാലിന് സ്വാധീനമുള്ള ഒരു മകൾക്ക് ഈശോ സൗഖ്യപ്പെടുത്തി അനുഗ്രഹിക്കുന്നു. ബാബുവിനെ കുടുംബത്തിൽ ഈശോ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. അഗസ്റ്റിന് അവന് പുതിയ ജോലി നൽകി ഈശോ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. ജുവാൻ എന്ന മകന് ജീവിത പങ്കാളി നൽകി അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. പൂച്ച എന്ന മകളുടെ സങ്കടം ഈശോ എടുത്തു മാറ്റി അനുഗ്രഹിക്കുന്നു. വർഗീസിന്റെ വിവാഹ തടസ്സമാറ്റി ഈശോ അനുഗ്രഹിക്കുന്നു. ബ്രേറ്റ് ഈശോ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. ജോർജ് ശില്പ എന്ന് ഈശോ എഴുതി കാണിക്കുന്നു. ലില്ലിക്കുട്ടി ഈശോ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. ജെറീന ഈശോ കാണിക്കുന്നു. ഒത്തിരി മക്കളോട് പരിശുദ്ധ അമ്മയോട് ചേർന്ന് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാൻ ഈശോ ആവശ്യപ്പെട്ട് അനുഗ്രഹിക്കുന്നു. ലിറ്റി ഈശോ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. ഷാജിനെ ഈശോ എഴുതി കാണിക്കുന്നു. കണ്ണുകളടച്ച് പൂർണ്ണമായി ദൈവപിതാവിൻ ശക്തി. ഉന്നത ശക്തി വരുന്നു, ദൈവപിതാവിൻ ശക്തി. ദൈവപിതാവിൻ ശക്തി. പ്രിയരെ, കണ്ണടച്ച് രണ്ട് കരം നെഞ്ചോളം ചേർത്ത് വെച്ച് കണ്ണടക്കി ഉൾക്കണ്ണ തുറന്ന് യേശുവെ കാണ്. പൂർണ്ണമായി നമുക്ക് സമർപ്പിക്കാം. പരിശുദ്ധ അമ്മയുടെ ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഫലിതാഹത്തോടുകൂടെ ഫാത്തിമയെ മാലാഖ പഠിപ്പിച്ച മാപേക്ഷ പ്രാർത്ഥന ഒരേ മനസ്സോടെ നമുക്ക് ചൊല്ലാം. നമ്മെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കാം. കുടുംബത്തെ സമർപ്പിച്ച് നമ്മെ തന്നെ പൂർണ്ണമായും ദിവ്യകാരുണ്യത്തോട് ചേർത്ത് വെച്ച് ചൊല്ലിത്തരുന്ന പ്രാർത്ഥന ഏറ്റുചൊല്ലി
നമുക്ക് മാപ്പ് ചോദിക്കാം. എന്റെ ദൈവമേ, എന്റെ ദൈവമേ, ഞാൻ അങ്ങയിൽ വിശ്വസിക്കുന്നു, ഞാൻ അങ്ങയിൽ വിശ്വസിക്കുന്നു, ഞാൻ അങ്ങേ ആരാധിക്കുന്നു, ഞാൻ അങ്ങയെ ആരാധിക്കുന്നു, ഞാൻ അങ്ങയിൽ പ്രത്യാശ ഞാൻ അർപ്പിക്കുന്നു, അങ്ങയിൽ പ്രത്യാശ അർപ്പിക്കുന്നു, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. അങ്ങയെ വിശ്വസിക്കാത്തവർക്ക് വേണ്ടി, അങ്ങയെ വിശ്വസിക്കാത്തവർക്ക് വേണ്ടി, അങ്ങയെ ആരാധിക്കാത്തവർക്ക് വേണ്ടി, അങ്ങയെ ആരാധിക്കാത്തവർക്ക് വേണ്ടി, അങ്ങയിൽ പ്രത്യാശ അർപ്പിക്കാത്തവർക്ക് വേണ്ടി, അങ്ങയിൽ പ്രത്യാശ അർപ്പിക്കാത്തവർക്ക് വേണ്ടി, അങ്ങയെ സ്നേഹിക്കാത്തവർക്ക് വേണ്ടി അങ്ങയെ സ്നേഹിക്കാത്തവർക്ക് വേണ്ടി ഞാൻ അങ്ങയോട് മാപ്പ് ചോദിക്കുന്നു, ഞാൻ അങ്ങയോട് മാപ്പ് ചോദിക്കുന്നു, ഞാൻ അങ്ങയോട് മാപ്പ് ചോദിക്കുന്നു. ഞാൻ അങ്ങയോട് മാപ്പ് ചോദിക്കുന്നു. എൻ്റെ പ്രിയരെ, പൂർണ്ണമായി നമുക്ക് സമർപ്പിക്കാം. ഈശോയെ, എൻ്റെ കുടുംബത്തെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുക. ഈ സമയം മുഴുവനും ഈശോയോട് കൂടിയായിരിക്കുവാൻ നമ്മെല്ലാവരും അനുഗ്രഹിച്ചുവെങ്കിൽ ഹൃദയം നിറഞ്ഞ മനസ്സോട് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകമായ ഷക്കീന ചാനലിന് പൂർണ്ണമായി നമുക്ക് സമർപ്പിക്കാം. പ്രിയരെ, ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തിയാണ് ഈ കാലഘട്ടത്തിൽ ഷക്കീന പ്രോഗ്രാമിൽ ടെലിവിഷനിലൂടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനുവേണ്ടി പ്രയത്നിക്കുന്ന എല്ലാവരെയും, പ്രത്യേകിച്ച് സന്തോഷ് ബ്രദറിനെയും കൂടെ എല്ലാ സഹോദരന്മാരും നമുക്ക് സമർപ്പിക്കാം. എൻ്റെ പ്രിയരെ, വലിയൊരു പ്രാർത്ഥനയുടെ കൂട്ടായ്മ തന്നെ ഇവിടെയുണ്ട്. അച്ഛൻ ഇവിടെ നിൽക്കുമ്പോൾ തന്നെ ഹൃദയത്തിൽ സന്തോഷമാണ്, ആനന്ദമാണ്. അതിനൊരു കാരണം ഇവിടുത്തെ പ്രാർത്ഥന കൂട്ടായ്മയാണ്. അച്ഛന് പറയാതിരിക്കാൻ വയ്യ പ്രിയരെ. എങ്കിൽ വലുതാഹത്തോടു കൂടെ ഈ പ്രോഗ്രാമിന് സമർപ്പിക്കാം. ടെലിവിഷൻ ചാനൽ, ഷക്കീന ചാനൽ പൂർണ്ണമായി സമർപ്പിച്ച് അതിൽ പങ്കുചേർന്നിരിക്കുന്ന സഹായിക്കുന്ന എല്ലാ ഉപകാരികളെയും എല്ലാവരും സമർപ്പിക്കാം. അവരുടെ കുടുംബങ്ങളെ നമുക്ക് സമർപ്പിക്കാം. പ്രത്യേകമായി ഓഗസ്റ്റ് മാസം 15-ാം തീയതി ഉച്ചകഴിഞ്ഞ് 12 മണി മുതൽ 1 മണി വരെ കം ഹോളി സ്പിരിറ്റ് എന്ന വലിയൊരു ശുശ്രൂഷ നമുക്ക് നടക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഓഗസ്റ്റ് 16-ാം തീയതി ആരംഭിക്കുന്ന സീറോ മലബാർ സിനഡിന് വേണ്ടി നമ്മൾ പ്രത്യേകം പ്രാർത്ഥിക്കുകയാണ് ചാനലിലൂടെ. ഓഗസ്റ്റ് 15-ാം തീയതി 12 മണി, ഉച്ചയ്ക്ക് 12 മണി മുതൽ 1 മണി വരെ പരിശുദ്ധാത്മാവിന് കൃപയ്ക്ക് വേണ്ടി നമുക്കറിയാം ഒത്തിരി പിതാക്കന്മാർ പങ്കെടുക്കുന്നതാണ്. പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കാനായി, നല്ല തീരുമാനങ്ങൾ എടുക്കാനായി പ്രിയരെ, ഈ ചാനലിൽ നടത്തപ്പെടുന്ന ശുശ്രൂഷയെ പൂർണ്ണമായി നമുക്ക് സമർപ്പിക്കാം. നമ്മൾ അതിൽ പങ്കുചേരാം, സഭയോട് ചേർന്ന് പ്രാർത്ഥിക്കാൻ കൃപയ്ക്ക് വേണ്ടി. അതോടൊപ്പം ആഗസ്റ്റ് മാസം 15-ാം തീയതി വൈകിട്ട് 4:30 മുതൽ 5:30 വരെ, അന്ന് ഇൻഡിപെൻഡൻസ് ഡേ ആണ്. പ്രത്യേകിച്ച് നമ്മുടെ നേഷന് വേണ്ടി, രാജ്യത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. ഒരേ മനസ്സോട് കൂടെ നിന്ന് ഈശോയോട് ചേർന്നിരുന്ന് ആ ദിവസം, ഈ തിരുമണിക്കൂർ നമ്മുടെ രാജ്യത്തിലെ നയിക്കുന്ന എല്ലാവരെയും നേതാക്കന്മാരെ സമർപ്പിച്ച് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. എല്ലാവരും അതിൽ പങ്കെടുക്കണം. ഒരുമിച്ച് ഒരേ മനസ്സോടെ നമ്മൾ പ്രാർത്ഥിക്കും. അതോടൊപ്പം ഷക്കീന ന്യൂസ് DTH വരാനായി, ഒരുപക്ഷെ ഒരു ഡിഷാണ് ഷക്കീന ന്യൂസ് DTH ഡിഷിൽ വരാനായിട്ട്. എങ്കിൽ മാത്രമാണ് ഇനിയും ഒത്തിരി മക്കൾക്ക് അതിൽ പങ്കെടുക്കാനാണ്, ശുശ്രൂഷയിൽ പങ്കെടുത്ത് ദൈവാനുകൃപ ലഭിക്കാനായിട്ട് നമുക്ക് വേണ്ടത്. DTH എന്ന ഡിഷിലേക്കും കൂടി നമ്മുടെ ഈ പ്രോഗ്രാം സംപ്രേഷണം ചെയ്യാനായിട്ട് പ്രിയ നിങ്ങളുടെ വലിയ പ്രാർത്ഥനകൾ അപേക്ഷിക്കുകയാണ്. നിങ്ങളുടെ പ്രാർത്ഥനയിൽ പ്രത്യേകിച്ച് ഈ നിയോഗം കൂടി വെച്ച് ഒരേ മനസ്സോടുകൂടെ നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാം ദൈവം ആഗ്രഹിക്കുന്ന പോലെ ക്രമീകരിക്കാൻ, ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തി ഈ ചാനലിലൂടെ ലോകമെങ്ങും എത്തിച്ചേരാൻ, അങ്ങനെ എല്ലാ ദൈവജനങ്ങൾ ക്രിസ്തുവിനോട് ചേർന്നിരുന്ന് ഒരേ മനസ്സോടുകൂടെ ദൈവത്തെ ആരാധിക്കാൻ, സ്തുതിക്കാൻ, ആ കൃപയ്ക്ക് വേണ്ടി ഒരേ മനസ്സോടുകൂടെ നമുക്ക് പ്രാർത്ഥിക്കാം. വലുതാഹത്തോടുകൂടെ നമ്മൾ എവിടെയായിരിക്കും നമ്മുടെ മുട്ടുമേ നിന്ന് ഈശോയുടെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്തിനു നീ മോചനമേകി. സകലേശ ദിവ്യകടാക്ഷം തൂഗണമേ വത്സല സുതരിൽ നിർമ്മലരാ ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. ആത്മാക്കളെ തരിക എൻ്റെ സർവ
എടുത്തുകൊള്ളുക. ആത്മാക്കളെ തരിക, എൻ്റെ സർവവും എടുത്തുകൊള്ളുക. ആത്മാക്കളെ തരിക, എൻ്റെ സർവവും എടുത്തുകൊള്ളുക. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യനായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സ്വർഗത്തിന്റെ നിലവിളിക്ക് ഉത്തരമായി നിത്യനാശത്തിലേക്ക് പോകുന്ന ആത്മാക്കളെ യേശുവിനായി നേടുവാൻ, സഹനങ്ങൾ കാഴ്ചവെച്ച് പരിത്യാഗമെടുത്ത് പ്രാർത്ഥിക്കുവാൻ സമർപ്പണമുള്ള വ്യക്തികൾ, നിങ്ങളുടെ പേരും അഡ്രസ്സും ഫോൺ നമ്പറും, നിങ്ങൾ ഈ ദിനങ്ങളിൽ ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന പരിത്യാഗ പ്രവൃത്തികൾ ഏതെല്ലാം എന്നതും വാട്സപ്പിലൂടെയോ ഇമെയിലിലൂടെയോ ഞങ്ങളെ അറിയിക്കുക. വാട്സപ്പ് നമ്പർ 9456178411. ഇമെയിൽ shekinaprayerbank@gmail.com. ലോകം മുഴുവനേക്കാൾ വിലയേറുന്നൊരു ആത്മാവിനെ നേടുവാൻ, ലോകം മുഴുവനേക്കാൾ വിലയേറുന്നൊരു ആത്മാവിനെ നേടുവാൻ, ലോക സുഖങ്ങളും സൗഭാഗ്യമൊക്കെയും ആത്മാവെ നേടുവാൻ ഞാൻ ത്യജിക്കാം. ലോകം നൽകിയിടുന്ന നൊമ്പരമൊക്കെയും ആത്മാക്കൾക്കായി ഞാൻ കാഴ്ച നൽകാം.